Hi everyone, welcome to Franklin's Lectures. Decide your college in one click. Okay. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ പരിചയപ്പെട്ടു വരികയായിരുന്നു. കീം എക്സാം എഴുതി കിട്ടുന്ന കോളേജുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കോളേജുകൾ ഏതാ നോക്കാം. ഫസ്റ്റ് വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഓക്കെ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. 1989 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അണ്ടർ IHRD കീഴിൽ വരുന്ന ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. ഓക്കെ, NB അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ല ക്യാമ്പസ്. ഇനി അവിടുത്തെ ബ്രാഞ്ചസുകളും സീറ്റുകളും നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 180 സീറ്റ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 120 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം 60 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 600 സീറ്റാണുള്ളത്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇത്തരത്തിലുള്ള ബ്രാഞ്ചുകളും കൂടി ഇവിടെ ഉണ്ട്, ഈ കോളേജിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. അവിടെ കയറാൻ പറ്റുന്ന കീം NRI മോഡാണ് പറയുന്നത്. ഓക്കെ, അവിടുത്തെ കട്ട് ഓഫ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ടൈം വന്നത് 1546 റാങ്ക് വന്നത്. ഇനി നമുക്ക് അവിടുത്തെ അഡ്മിഷൻ മോഡുകൾ നോക്കാം. അഡ്മിഷന് കീം വഴി ഓക്കെ. ഇനി അവിടുത്തെ കഴിഞ്ഞ ഓക്കെ, ഇനി കഴിഞ്ഞ തവണത്തെ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് എന്താ നോക്കാം. അപ്പൊ ലാസ്റ്റ് റാങ്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 1546 ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2360, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 5676, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുള്ളത് 10,000 സംതിങ്, 10,000 അതായത് 10,650 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം 3390, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 33,262, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി 5,782. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല കീം റാങ്ക് വേണം. കീം വെച്ചിട്ടും NRI കോട്ട 5% NRI കോട്ട ഉണ്ടാവും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമുക്ക് എവിടെ കയറാൻ പറ്റുക, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര കയറാൻ പറ്റുക. ഓക്കെ, നല്ല റാങ്ക് വേണം കീമിന്. അവിടുത്തെ ഒരു ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 37,500 പെർ ഇയർ ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും, നോർമൽ ട്യൂഷൻ ഫീ പ്ലസ് കൂടാതെ ആനുവൽ ട്യൂഷൻ ഫീന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 37,500 വരുന്നത്. ഇത് IHRD അണ്ടറിലുള്ള കോളേജാണ്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസ് ഏരിയ ഒരു 30 ഏക്കർ ക്യാമ്പസ് ആണ്. കോളേജ് ബസ്, മെൻസ് ഹോസ്റ്റൽ, ATM, കഫ്തീരിയ, വൈഫൈ, കൗൺസിലിംഗ് ഫെസിലിറ്റി, ലൈബ്രറി ഒക്കെ ഉണ്ട്. ഓക്കെ, ലബോറട്ടറീസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ലാബുകളുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബ്, ബയോമെഡിക്കൽ പ്രൊജക്ട് ലാബ്, ബയോ സിഗ്നൽ പ്രോസസ്സിംഗ് ലാബ്, മെഡിക്കൽ സിസ്റ്റം ലാബ്, ബയോ എഞ്ചിനീയറിംഗ് ലാബ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് എല്ലാ കോളേജിലും നിർബന്ധമായിട്ട് വേണ്ട എല്ലാ ലാബുകളും ഉണ്ട്. സർക്യൂട്ട് മെഷർമെന്റ്, ഇലക്ട്രിക് മെഷീൻസ്, പവർ ഇലക്ട്രോണിക്സ്, ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യാനുള്ള ലാബുകളാണ്. അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ എവിടെ ഉണ്ട്, കോളേജിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി നോക്കാം. അവിടുത്തെ ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുള്ളത് 52 LPA ആണ്. 52 LPA ആണ് ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുണ്ട്. 52 LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 52 ലക്ഷം പെർ ആനം, അങ്ങനെ ഏതോ ഒരു സാലറി പാക്കേജ് അവിടെ പോയിട്ടുണ്ട് എന്നാണ് കോളേജിന്റെ സൈറ്റിൽ പറയുന്നത്. അതായത് മാസം ഏകദേശം 4 4 4
4,33,000 രൂപയൊക്കെ CTC പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആവറേജ് സാലറി പാക്കേജ് 6.4 LP ആണ്. വർഷം 6.4 6.4 ലക്ഷം പെർ ആനുമാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഓരോ വർഷത്തെയും ആവറേജ് പാക്കേജ് കൂടി വരുന്നതിൻ്റെ കാണിക്കുന്നുണ്ട്. 2021 ഏകദേശം 5 ടൈംസ് 5 ലക്ഷത്തിൻ്റെ അടുത്തായിരുന്നു. 2022 ഒരു 6 സംതിങ് ആയി. 2023 ഒന്ന് കുറഞ്ഞു. 2024 കൂടി. അങ്ങനെ കാണിക്കുന്നുണ്ട്. ആവറേജ് പാക്കേജ് കൂടി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ടോപ്പ് റിക്രൂട്ടേഴ്സ് റെഡ് ബസ്, കൊഗ്നിസന്റ്, ഇസ്പർ, ഡിജിറ്റൽ കോർ, നെവാൾട്ട്, ഗസ്റ്റ് ഗ്ലോബൽ, ഇന്റൽ, UST ഗ്ലോബൽ, TNEI, മിസ്പ ടെക്നോളജി, ഒറാക്കിൾ, നലാഷ. ഇതിൽ പല ധാരാളം കമ്പനികൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരിട്ട് കണ്ടു പരിചയമുള്ള കമ്പനികളെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് വേറെയും ധാരാളം കമ്പനികൾ അവിടെ വന്നിട്ടുണ്ട്. നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. ഹയസ്റ്റ് സാലറി പാക്കേജ് ഒക്കെ വന്ന് കണ്ടില്ലേ. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ആ സ്കില്ലുള്ള ഒരാളായിരിക്കും എടുത്തിട്ടുണ്ടാവാം. പക്ഷെ അത്തരത്തിലുള്ള കമ്പനികൾ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. റിസർച്ച് ഏരിയ ഫോക്കസ് ഇൻക്ലൂഡ് VLSI ഡിസൈൻ, എംബഡഡ് സിസ്റ്റം, ഇമേജ് പ്രോസസ്സിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഫണ്ടഡ് പ്രൊജക്ട്, ഫാക്കൽറ്റി ഇൻവോൾവ് പ്രൊജക്ട് ഫണ്ടഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം. ഓക്കെ, സച്ച് ആസ് ഡെവലപ്പിംഗ് ചിപ്സ് ഫോർ ഓട്ടോണോമസ് വെഹിക്കിളിന് ചിപ്പ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിന് എന്താണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നോവേഷൻ അവിടുത്തെ ഫാക്കൽറ്റി മെമ്പറിന്. ഓക്കെ, ഇന്നോവേഷൻ എക്കോസിസ്റ്റം ഹോസ്റ്റ് ഇന്നോവേഷൻ ഫോർ എ ബെറ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. IEDC ഉണ്ട്. പിന്നെ പ്രോട്ടോടൈപ്പിംഗ് അതിൻ്റെ ഐഡിയ പിച്ചിങ്. IEDC എല്ലാ കോളേജിലുള്ള പോലെ അവിടെ IEDC ഉണ്ട്. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. കോളേജ് ഇന്നോവേഷൻ ഫോർ എ ബെറ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഫെസ്റ്റ്, ദ ആനുവൽ ടെക്നോ മാനേജറൽ ഫെസ്റ്റ്, എക്സൽ ഫോസ്റ്റർ ഇന്നോവേഷൻ ത്രൂ ഹാക്കത്തോൺ ആൻഡ് ടെക്നിക്കൽ കോമ്പറ്റീഷൻസ്. ഓക്കെ, അടുത്ത ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, IET ഉണ്ട്, തുടി നേച്ചർ കം ലിറ്ററസി ക്ലബ്ബ് ഉണ്ട്, EMF, ഇലക്ട്രിക്കൽ മൈൻഡ് 4 ഉണ്ട്, ഭൂമി തർസേന, WIE ഉണ്ട്. ഇതൊക്കെ അവിടുത്തെ കോളേജത്തെ എന്താണായിരിക്കും ക്ലബ്ബുകളും അല്ലാത്തതും ഉണ്ട്. ഓക്കെ, കോളേജിനെ പറ്റിയുള്ള റിവ്യൂ. റിയലി നൈസ് കോളേജ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ പ്ലേസ്മെന്റ്. നിങ്ങൾ റിവ്യൂ നോക്കട്ടോ. അബോ ആവറേജ് പ്ലേസ്മെന്റ്, ബാഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക്. 2 രീതിയിലുള്ള റിവ്യൂകളും ഉണ്ട്. ഓക്കെ, റിവ്യൂ നിങ്ങൾ നോക്കണേ. അപ്പോൾ അടുത്തതാണ് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, MAC. ഗവൺമെന്റ് എയ്ഡഡ് ഇത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ്. അപ്പോൾ റീസെന്റ് എന്താണ് ഓട്ടോണോമസ് കോളേജായി മാറിയിട്ടുണ്ട്. ഓക്കെ, TKM കോളേജ് പോലത്തെ കോളേജാണ്. ഓക്കെ, വളരെ പഴക്കമുള്ള കോളേജാണ്. 1961 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. ഓക്കെ, 1961 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് കോളേജാണ്. ഓക്കെ, കോതമംഗലത്താണ് വരുന്നത്. NB അക്രഡിറ്റ് ആണ്. NAC A+ ഗ്രേഡ് ഉണ്ട്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, അപ്പോൾ കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, നല്ല ക്യാമ്പസ് ആണ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 120 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 120 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 120 സീറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസിൽ 120 സീറ്റ്. അങ്ങനെ ടോട്ടൽ 720 സീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ലാസ്റ്റ് റാങ്ക് നോക്കാം. കഴിഞ്ഞ തവണത്തെ
കീമിൻ്റെ ലാസ്റ്റ് കട്ട് ഓഫ് റാങ്ക് നോക്കാം. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം വഴി മെറിറ്റ് സീറ്റ്, മാനേജ്മെന്റ് കോട്ട ആൻഡ് NRI കോട്ടയുണ്ട്. അടുത്ത ലാസ്റ്റ് കട്ട് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 15,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് 5,244 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 2,477 വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3,818, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 7,341, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 11,618, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 6,512. ദാറ്റ് മീൻസ് ഈ കോളേജിൽ കിട്ടണമെങ്കിൽ നല്ല റാങ്ക് വേണം. കീമിന് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ കിട്ടുള്ളൂ. പിന്നെ മാനേജ്മെന്റ് കോട്ടയാണെങ്കിൽ അത്യാവശ്യം എന്താണ് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ എടുക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ ഫീസ് 34,600 പെർ ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 34,600 പെർ ഇയർ ആനുവൽ ട്യൂഷൻ ഫീസിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എയ്ഡ് കോളേജ് ആയതുകൊണ്ട് ഗവൺമെന്റ് ഫീസേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ PTA ഫണ്ട്, ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ കൂട്ടിയിട്ടായിരിക്കും 35,000 അടുത്ത് വരുന്നുണ്ടാവുക. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസിന്റെ ഏരിയ 62 ഏക്കർ ക്യാമ്പസ് ആണ്. കോളേജ് ക്യാൻറ്റീൻ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, വെഹിക്കിൾ പാർക്കിംഗ് ഫെസിലിറ്റി, പോസ്റ്റ് ഓഫീസ്, ATM ഫെസിലിറ്റി, വാട്ടർ ഫിൽറ്ററും വാട്ടർ കൂളറും, CCTV, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, വാട്ടർ സോഴ്സ് ഫെസിലിറ്റീസ്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ ധാരാളം സാധനങ്ങളുണ്ട്. ലബോറട്ടറീസിന്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ലബോറട്ടറി, ഹൈഡ്രോളിക് ലബോറട്ടറി, CNC ലബോറട്ടറി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലബോറട്ടറി ആൻഡ് അനലോഗ് സർക്യൂട്ട് ലബോറട്ടറി. എന്നിട്ട് കോളേജിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ലാബുകൾ ഫോട്ടോ വെച്ചെന്നേ ഉള്ളൂ. അടുത്ത പ്ലേസ്മെന്റ് സമ്മറി, അവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് പോയിട്ടുള്ളത് 33.34 LPA ആണ്. ആവറേജ് സാലറി പോയിട്ടുള്ളത് 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ പെർ ആനും പോയിട്ടുണ്ട്. ഓക്കെ. ഓരോ വർഷത്തെയും പ്ലേസ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2021 500 അടുത്തുണ്ടായിരുന്നു. 2022 700 സംതിങ് ഓഫറുകളാണ്. 2023 ഏകദേശം 600 സംതിങ്, 2024 400+, 2025 400+ വന്നിട്ടുണ്ട്. പ്ലേസ്മെന്റ് സ്റ്റാറ്റസ് 2025 426 ടോട്ടൽ ഓഫർ വന്നിട്ടുണ്ട്. അതായത് 334 കോർ ഓഫറും 334 കോർ സബ്ജക്റ്റിലാണ് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. കോർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ കോറിലുള്ളവർക്കായിരിക്കും ആ 334 ഓഫർ വന്നിട്ടുണ്ടാവുക. 320 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 426 ഓഫർ വന്നിട്ട് 320 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവാന്ന് മീനിങ്. ഇതിൽ തന്നെ ചില കുട്ടികൾക്ക് 2 ഓഫറൊക്കെ കിട്ടിയവരുണ്ടാവും എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നത് IBM, ഫെഡറൽ ബാങ്ക്, TCS, UST ഗ്ലോബൽ, ശോഭ, ബിഗ് ബൈനറി, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, IQVA, കോഗ്നിസന്റ്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് സെന്റർ എസ്റ്റാബ്ലിഷ്ഡ് വെൽ എക്യുപ്പൈഡ് ലാബ്സ് ആൻഡ് റിസർച്ച് സെന്റർ ഇൻ മേജർ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഒക്കെ എന്തുണ്ട്, റിസർച്ച് സെന്റേഴ്സുകളുണ്ട്. IEDസിന്റെ ഫാബ് ലാബ് ഉണ്ട്, ഐഡിയ വർക്ക്ഷോപ്പ്, സ്റ്റുഡൻസ് വിത്ത് 3D പ്രിന്റിംഗ് ആൻഡ് പ്രോട്ടോടൈപ്പിങ്ങിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവന്റ് ആൻഡ് കൊളാബറേഷൻ, ടെക്നിക്കൽ ഇവന്റ്, തക്ഷക്, നാഷണൽ ഇന്റർനാഷണൽ കോൺഫറൻസ്, വർക്ക്ഷോപ്പുകളൊക്കെ നടക്കാറുണ്ട്. ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ്, ദ കോളേജ് എൻകറേജ് റിസർച്ച് ത്രൂ ഡെഡിക്കേറ്റഡ് ഗൈഡ് വിത്ത് എക്സ്പെർട്ടൈസ് ഫ്രം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് IIT, ISC ആൻഡ് NIT എന്നൊക്കെ എന്തുണ്ട്, ഡെഡിക്കേറ്റഡ് ഗൈഡിനെ വെക്കാറുണ്ട് കോളേജിൽ. ഓക്കെ. അവിടുത്തെ ഫെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, തക്ഷക് എന്ന് പറഞ്ഞ ഫെസ്റ്റ് ആണ് അവിടെ നടക്കാറുള്ളത്. ഫെസ്റ്റിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവിടുത്തെ ക്ലബ്സ്, അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്. കൂടാതെ MACന്റെ ഫിലിം സൊസൈറ്റി, ക്യൂസ് ക്ലബ്ബ്, സംസ്കൃതി, മ്യൂസിക് ക്ലബ്ബ്, ലിറ്ററസി ആൻഡ് ഡിബേറ്റ് ക്ലബ്ബ്, ASME, MAC, തക്ഷക് ടെക് ഫെസ്റ്റ്, ഡാൻസ് ക്ലബ്ബ് ഉണ്ട്, നെറ്റെക്സ് ക്ലബ്ബ്, ധാരാളം ക്ലബ്ബുകളുണ്ട്. സ്പോർട്സ് ആൻഡ് ഗെയിം അസോസിയേഷൻ ഉണ്ട്, ദിവാട്ട് ക്ലബ്ബ് ഉണ്ട്, ഇൻസൈഡ് SAE ഉണ്ട്, NPTL, BPCL കൊച്ചി റിഫൈനറി എംകോൺ ക്ലബ്ബ് ഉണ്ട്, ഡെവലപ്പ് സ്റ്റുഡൻസ് ക്ലബ്ബ് ഉണ്ട്.
അതായത് അവിടുത്തെ ഇന്റേണൽ ക്ലബ്ബുകൾ കുറേ ഉണ്ട്. കൂടാതെ നമ്മളെ എല്ലാ കോളേജിലുള്ള ടൈപ്പുള്ള IEEE IEDCയും NSS ഒക്കെ ഉള്ള കോളേജിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലബ്ബുകളും ഉണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ റിവ്യൂ: റിയലി ഗുഡ് ക്യാമ്പസ് ആൻഡ് എക്സലന്റ് ടീച്ചേഴ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള, റിയലി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. ഓക്കെ, പണ്ടേ ഉള്ള കോളേജാണ്, 1961 മുതലുള്ള കോളേജാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളേജ് നോക്കാം. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കൊച്ചി. ഇതൊരു സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് ആണ്, പ്രൈവറ്റ് ഓട്ടോണോമസ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NBA NAC A ഗ്രേഡ് ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസ് ആണ് ഈ കാണുന്നത്. നല്ല കിടിലൻ ക്യാമ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. അവിടെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന് 60 സീറ്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 240 സീറ്റ്, 240 സീറ്റ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഒരു 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 180 സീറ്റ് ഉണ്ട്, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 900 സീറ്റ് ഉണ്ട്. ഓക്കെ, അത്ര ആൾക്കാർ ഒരു ഇയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി കയറാം. അവിടെയുള്ള ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ആണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് 21,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 24,000 സംതിങ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 4,994 ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 8,900 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 13,500 സംതിങ് വന്നിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 20,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസിന് 9,500 സംതിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 8,900 സംതിങ് വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി 12,391 വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾക്കൊക്കെ ഉള്ള ഏകദേശം ഒരു 10ന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. സിവില് മാത്രമേ കുറച്ച് കൂടി 24,000 പോയിട്ടുള്ളൂ. ഓക്കെ, അവിടുത്തെ ഫീസ് വരുന്നത് 1,500,000 ആനുവൽ ട്യൂഷൻ ഫീ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 95 ഏക്കർ ക്യാമ്പസ് ആണ്, വളരെ വലിയ ക്യാമ്പസ് ആണ്. ലാബുകൾ, ഓഡിറ്റോറിയം, മെഡിക്കൽ സെന്റർ, കമ്പ്യൂട്ടർ സെന്റർ, ഡ്രോയിങ് ഹാൾ, ഹോസ്റ്റല്, ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, 2 ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ത്രോ ബോൾ കോർട്ട്, ടെന്നീസ് കോർട്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫുട്ബോൾ ഫീൽഡ്, ഫിറ്റ്നസ് സെന്റർ, സ്പോർട്സിന് പരമായിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ലാബിന്റെ ഒക്കെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാബുകളൊക്കെ ഫെസിലിറ്റി കാണിച്ചതാണ്. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി അവൈലബിൾ അല്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് എയർ ഇന്ത്യ വന്നിട്ടുണ്ട്, ക്യൂബെസ്റ്റ്, ആംഗ്ലോ ഈസ്റ്റേൺ, KPMG, എക്സെഞ്ചർ, ലിറ്റ്മസ്. വേറെയും കോളേജുകൾ വേറെയും കമ്പനികൾ വന്നിട്ടുണ്ട്. ഓക്കെ, ലോഗോ കൊടുത്തതുകൊണ്ട് എല്ലാ കമ്പനീൻ്റെയും പേര് നമുക്ക് കറക്റ്റ് അറിയുണ്ടാവില്ല. അഡ്വാൻസ്ഡ് ബിൽഡിംഗ് സിസ്റ്റം, ABS. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫെസിലിറ്റീസ്, റിസർച്ച് അഡ്വൈസറി ബോർഡ്, RSET റിസർച്ച് സെന്റർ 2003 എസ്റ്റാബ്ലിഷ് ഇതാണ്. രാജഗിരി റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സർവീസ്, അക്കാദമിക് ഇൻഡസ്ട്രി കൊളാബറേഷൻ, കൺസൾട്ടൻസി ആൻഡ് ഫണ്ടഡ് പ്രോജക്റ്റ്. ഇന്നോവേഷൻ എക്കോസിസ്റ്റം എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. നമ്മളെല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഡിസൈൻ തിങ്കിങ്ങിനും ഐഡിയനെ കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എന്തുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. അവിടുത്തെ ഫണ്ടഡ് പ്രൊജക്ട് ആൻഡ് ഗ്രാൻഡ് ഓഫ് റിസർച്ച് സീഡ് മണി സ്കീം ഉണ്ട്. ഇവിടെ RSET റിസർച്ച് സീഡ് മണി സ്കീം ഉണ്ട് ഫോർ സ്റ്റുഡൻറ് ആൻഡ് ഫെസിലിറ്റി ടു പെർസ്യൂ പ്രൊജക്ട് ഇൻ ഫോർട്ടിയർ ഏരിയാസ്. പ്രൊജക്ട്സ് ആർ ആൾസോ ഫണ്ടഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസിലേക്ക് CERDയും KSMും എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് ചെയ്യുന്നുണ്ട്. അടുത്ത റിസർച്ച് ഏരിയാസ് ആക്ടിവിറ്റീസ് സ്പാൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിംഗ് AI, മെഷീൻ ലേണിംഗ്,
റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് IoT എംബഡ് സിസ്റ്റം VLSI ഡിസൈനിലൊക്കെ എന്തുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് സ്ട്രക്ചർ, ഫാക്കൽറ്റി ഡ്രിവൺ റിസർച്ച് പ്രൊമോഷൻ കമ്മിറ്റി ഉണ്ട്, ഗൈഡഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് ആൻഡ് അസിസ്റ്റ് ഇൻ സെക്യൂറിങ് ഫണ്ടിങ്. അതായത് റിസർച്ചിനെ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ റിസർച്ച് ചെയ്യാനും വേണ്ടി സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, റിസർച്ച് ഏരിയകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു, ഫണ്ടഡ് പ്രൊജക്റ്റുകൾ ആര് ഫണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞു, ഇന്നോവേഷൻ എന്തുണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്, ഇതിനൊരു അഡ്വൈസറി ബോർഡ് ഉണ്ട്. ഇനി കൊളാബറേഷൻസ് നോക്കാം. ആക്റ്റീവ് പാർട്ണർഷിപ്പ് വിത്ത് പ്രൊഫഷണൽ ബോഡീസ് ലൈക്ക് IEEE, IETE, IESA ആൻഡ് ISTE അലോങ് വിത്ത് ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് അറ്റ് ഓർഗനൈസേഷൻ ലൈക്ക് നെസ്റ്റ്, കൾട്രോളിലൊക്കെ എന്തുണ്ട്, ഇന്റേൺഷിപ്പ് കൊടുക്കാനുള്ള കൊളാബറേഷൻസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ ടെക് ഫെസ്റ്റുകളും കൾച്ചറൽ ഫെസ്റ്റും ആണ്. അവിടെ 2025 ഭരതം 2025 വോയിസ്, കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കണ്ടോ, വോയിസ് ഉണ്ട് 2025. ഓക്കെ, അപ്പോൾ അവിടെ ടെക് ഫെസ്റ്റുകൾ നടക്കാറുണ്ട് എന്നർത്ഥം. ഇനി അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ് ആൻഡ് ക്ലബ്ബ് നോക്കാം. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NCC ഉണ്ട്, NSS ഉണ്ട്, IST ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, IET ഉണ്ട്, നമ്മൾ പറഞ്ഞു ആർട്സ് ക്ലബ്ബും സ്പോർട്സ് ക്ലബ്ബൊക്കെ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിൻ്റെ റിവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ഏർലിയർ ദർ വേർ ഗുഡ് പ്ലേസ്മെന്റ്, മുന്നേ നല്ല പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലും റിവ്യൂ ചെയ്തവരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പുത്തൻകുരിശ്. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് കോളേജ് ആണ്. ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുമ്പോൾ അവരുടേതായ സിലബസ് ഉണ്ടാവും, അവർ തന്നെ ആയിരിക്കും എക്സാം നടത്തുക. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കോളേജ് തന്നെ ആയിരിക്കും, സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓട്ടോണോമസ് അല്ലാത്ത കോളേജുകൾക്ക് എല്ലാവർക്കും KTUവിൻ്റെ സിലബസ് ആയിരിക്കും പഠിപ്പിക്കുക. KTU ആണ് എക്സാം നടത്തുക. ഇവിടെ ഇവരാണ് എക്സാം നടത്തുന്നു, ഇവരുടെ സിലബസ് തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവും. അങ്ങനത്തെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓട്ടോണോമസ് കോളേജ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യാനോ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് സാധനത്തിനെ മാറ്റാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റൊരിടത്ത് KTUവിലാകുമ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെതായ ഡിലേ അതിലുണ്ടാവും. ഓക്കെ, മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പുത്തൻകുരിശ് 2013 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോഗ്രാഫ്സ് മുത്തൂട്ടിൻ്റെ കോളേജ്, മുത്തൂട്ട് അറിയില്ലേ, മുത്തൂട്ടിൻ്റെ കോളേജാണ്. അടുത്ത ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 540 സീറ്റ് ഉണ്ട്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്, കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഉണ്ട്, കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി കോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും നോർമൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള അത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളത്. കുറച്ച് സബ്ജക്റ്റുകൾ എന്താവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കയറി വരുന്നുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള അത്രയും തന്നെ ഇവിടെ പഠിക്കാനുണ്ടാവും. ചില സബ്ജക്റ്റുകൾ ഇപ്പോൾ ഒരു 3rd സെമ്മിലോ 4th സെമ്മിലൊക്കെ എത്തുമ്പോൾ അതിൽ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ മാറ്റിയിട്ട് പകരം സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കയറി വരും. അതിൻ്റെ അടുത്ത സെമ്മിലാവുമ്പോഴും അതുപോലെ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. കുറച്ച് സബ്ജക്റ്റുകൾ മാറ്റിയിട്ട് പോകും. ഒരു കോർ പഠിക്കാനുള്ള സാധനങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പം അങ്ങനെ ടോട്ടൽ 540 സീറ്റാണുള്ളത്. അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI ആണ്. അവിടുത്തെ റാങ്ക് നമുക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ ഒരു 29 സംതിങ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിന് 8284 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 10,828 വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 8,950,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 15,779. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 24,000 സംതിങ് വന്നിട്ടുള്ളത്, 24,412 വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസിന് 13,721 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 13,393 വന്നിട്ടുള്ളത്. അടുത്തൊരു ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് അപ്രോക്സിമേറ്റ് 86,800 അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ക്യാമ്പസ് ഏരിയ എവിടെയും കൊടുത്തിട്ടില്ല. ലൈബ്രറി, ഹോസ്റ്റല്, സ്പോർട്സ് കോംപ്ലക്സ്, ലാബ്, ജിമ്മ്, മെഡിക്കൽ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഓഡിറ്റോറിയം, ATM, സെമിനാർ ഹാള്, കഫ്തീരിയ എല്ലാം ഉണ്ട്. നോർമൽ വേണ്ട ഒക്കെ ഉണ്ട്. ലാബുകൾ, കമ്പ്യൂട്ടർ ലാബ്, ഹീറ്റ് എഞ്ചിൻ ലാബ്, ഹൈഡ്രോളിക്സ് ലാബ്, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്. ഓക്കെ, ലാബ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കലിൻ്റെയും സിവിലിൻ്റെയും ലാബ് ഉണ്ടെങ്കിലേ അതിനൊരു കാണാനുള്ളൊരു ഇത് തോന്നുള്ളൂ. ബാക്കി കമ്പ്യൂട്ടർ ലാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പ്യൂട്ടർ നിരത്തി വെച്ച പോലെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി. ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 12 LPA ആണ്. ഓക്കെ, 12 LPA പോയിട്ടുള്ളത്. ആവറേജ് സാലറി 4 മുതൽ 6 ലക്ഷം രൂപ വരെ വന്നിട്ടുണ്ട്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, UST ഗ്ലോബൽ, ആമസോൺ, വിപ്രോ, കൊഗ്നിസന്റ്, IBM, TCS. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്. CIDRI റിസർച്ച് ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് അമോങ് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെന്റർ ആണ്. റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സെല്ലുണ്ട്. സെയിം സാധനം തന്നെ. എന്തിന്? ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻറ്റ്, എൻകറേജ് ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസി, സപ്പോർട്ട് ഫാക്കൽറ്റി ഇൻ അറ്റൻഡിങ് ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ആൻഡ് സെമിനാർ. ഓക്കെ, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സെല്ലിൻ്റെ കീഴിൽ തന്നെ. ഓക്കെ, സെയിം ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇന്നോവേഷൻ ഇൻക്ലൂഡ് മിറ്റ്സ് ക്രിയേറ്റീവ് സ്ക്വയർ ഉണ്ട്. ഫോർ പ്രൊജക്ട് ഡെവലപ്മെന്റ്, അഡ്വാൻസ്ഡ് ലാബ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സെന്റർ ഫോർ റിസർച്ച്. അടുത്ത ഫോക്കസ്ഡ് ഏരിയ. റിസർച്ച് ആക്ടിവിറ്റീസ് കവർ വേരിയസ് ഡിസിപ്ലിൻ വിത്ത് ആൻ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്. ന്യൂ ഓട്ടോണോമസ് സ്റ്റാറ്റസ് 2025-2026 ഓട്ടോണോമസ് കിട്ടിയതാണ്. ഇൻഡസ്ട്രി റെലവൻറ്റ് ഇന്നോവേഷൻ കരിക്കുലാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സപ്പോർട്ട് സിസ്റ്റം, കോളേജ് സപ്പോർട്ട്, IEDC, NISP ആൻഡ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ഫോർ റിസർച്ച് പബ്ലിക്കേഷൻസിന് ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അവിടുത്തെ പരിപാടികൾ, ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, അവിയലിൻ്റെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. സൺബേൺ നടന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഓണപരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്. റോട്രോക്ട് ക്ലബ് ഓഫ് MITസിൻ്റെ ക്ലബ് ഉണ്ട്. മ്യൂസിക് ക്ലബ് ഉണ്ട്. NSS ഉണ്ട്. ഇതൊക്കെ അവിടുത്തെ ഇന്റേണൽ ക്ലബ്ബുകളാണെന്ന് തോന്നുന്നു. റിവ്യൂ. കോളേജ് ഈസ് ഗുഡ് ഫോർ അക്കാദമിക്സ് ഇൻ 2026. അക്കാദമിക്സിന് നല്ലതാണെന്ന് പറയുന്നത്. അക്കാദമിക്കലി ഗുഡ് കോളേജ് വിത്ത് ഗ്രേറ്റ് ഫാക്കൽറ്റീസ്, മെമ്പേഴ്സ് ആൻഡ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്ത് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി. ഓക്കെ, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലി. ഇത് ഒരു സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് കോളേജ് ആണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. NBA ആൻഡ് NAC A+ ഉള്ള കോളേജാണ്. KTU രണ്ടിൽ വരുന്ന കോളേജാണ്. ഓക്കെ, 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓൾമോസ്റ്റ് 24 കൊല്ലം പഴക്കമുള്ള കോളേജാണ്. ഓക്കെ, ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, നല്ല ക്യാമ്പസാണ് അല്ലേ, നല്ല ഭംഗിയുള്ള ക്യാമ്പസ്. നെക്സ്റ്റ് അവിടുത്തെ ബ്രാഞ്ചസുകളും അതിൻ്റെ ഇൻടേക്സും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിന് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 120 സീറ്റ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 720 സീറ്റാണുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കോളേജുകളാണ് ഉള്ളത്. ഇതും എന്താണ്, ഒരു സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജ് ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കാം.
ഇവിടെ കീം മാനേജ്മെന്റ് NRI സീറ്റ് കിട്ടും. പിന്നെ അവിടുത്തെ കട്ട് ഓഫ് നോക്കാം. കീം 2025 കട്ട് ഓഫ് വെച്ചിട്ടുള്ള നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ 37,500 റാങ്ക് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കിട്ടാൻ 14,271 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കിട്ടാൻ 14,271 വന്നത് ലാസ്റ്റ് റാങ്ക്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 9,219 വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസിന് 9,219, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 11,702, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 17,775 ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 25,592, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 31,120. ഫീസ് അപ്രോക്സിമേറ്റ് ആനുവൽ ഫീസ് വരുന്നത് 79,245 രൂപയാണ് വന്നത്. ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റി നോക്കാം. 40 ഏക്കർ ക്യാമ്പസ് ആണ്. CCF കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, കമ്പ്യൂട്ടർ ലാബ് എന്ന് മീനിങ് ചെയ്യാം. ഹോസ്റ്റല്, ഫിറ്റ്നസ് സെന്റർ, ബാസ്കറ്റ് ബോൾ കോർട്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്. വോളിബോൾ കോർട്ട് ഉണ്ട്, അതും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ ഫീൽഡ്, ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ്, കഫ്തീരിയ, ബാങ്ക് ആൻഡ് ATM, സ്റ്റോർ ആൻഡ് സെമിനാർ ഹാൾ. സ്പോർട്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും കോർട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ കോളേജുകളിലും ഉണ്ടാവും. അതിൻ്റെ എന്തുണ്ടാവും, സ്റ്റാൻഡേർഡിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ. ലബോറട്ടറീസ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ലാബ്, സർവേയിങ് ലാബ്, സിവിൽ ഉണ്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള ലാബുകളൊക്കെ ഉണ്ട്. അടുത്ത പ്ലേസ്മെന്റ് സമ്മറി 47,88,000 LPA, 47.88 lakh per annത്തിന്റെ പ്ലേസ്മെന്റ് ഹയസ്റ്റ് പാക്കേജ് അവിടെ പോയിട്ടുണ്ട്. ആവറേജ് സാലറി പോയിട്ടുള്ളത് 5.7 LPA ആണ്. ഓക്കെ, 5.7 LPA എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50,000 രൂപയുടെ അടുത്ത് മാസ സാലറിയാണ് ആവറേജ് പോയിട്ടുള്ളത്. മറ്റേ 47 എന്ന് പറയുമ്പോൾ ഒരു 48 കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 4 ലക്ഷത്തിന്റെ അടുത്ത് പെർ മന്ത് വരുന്ന പാക്കേജ് വരെ അവിടെ പോയിട്ടുണ്ട്. IBM, ഫെഡറൽ ബാങ്ക്, സ്പെരീഡിയൻ, ഡിജിറ്റൽ കോർ, മിഡ്സാഗോ, ക്യൂബെസ്റ്റ്, SFO ടെക്നോളജി, നെസ്റ്റ്. ഓക്കെ, കാഡൻസ്. അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ സ്പാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് ആൻഡ് റിസർച്ച് സെന്റർ ഉണ്ട്. സയന്റിഫിക് തിങ്കിങ്ങിനും കൊളാബറേറ്റീവ് റിസർച്ചിനും കൺസൾട്ടൻസി പ്രൊജക്റ്റിനും ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യൂത്ത് ആൻഡ് സയൻസ്, ഗ്യാപ്പ് കുറക്കാനും വേണ്ടിയിട്ട്. ആൻഡ് ഫെഡറൽ ലാബ്സ് ഉണ്ട്, ഇൻക്യുബേഷൻ സെന്റർ. ഇതൊരു ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് എന്തുണ്ട്, കൊളാബറേറ്റഡ് ആണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. മീൻസ് സ്റ്റാർട്ടപ്പുകളെ നേച്ചർ ചെയ്യാനും പ്രൊവൈഡിങ് മെന്റർഷിപ്പ് കൊടുക്കുന്നു, പ്രൊമോട്ടിങ് ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുണ്ട്. ഫെഡറൽ ലാബ്സ് ഉണ്ട്, മിനി ഫാബ് ലാബ് ഉണ്ട്, ടെക്നിക്കൽ പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം കൊളാബറേഷൻ വിത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആൻഡ് KTU, ഓഫറിങ് 3D പ്രിന്റിങ്ങും CNC മില്ലിങ്ങും ലേസർ കട്ടിങ്ങും സർക്യൂട്ട് പ്രൊഡക്ഷനൊക്കെ ഉള്ള ഒരു മിനി ഫാബ് ലാബ് അവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റി റിസർച്ച് സെന്റർ, ഫോക്കസ്, ലോ കോസ്റ്റ് കമ്മ്യൂണിറ്റി ഫോക്കസ് റിസർച്ച് ആൻഡ് എൻകറേജ് ക്രിയേറ്റിവിറ്റി അമോങ് സ്റ്റുഡൻസ്. അടുത്തത് അക്കാദമിക് റിസർച്ച്. The institute conduct technical research through its various departments supported by AICTE and UGC approval. Okay. അടുത്ത കൾച്ചറൽ ഫെസ്റ്റുകൾ നോക്കാം. ഓക്കെ, ഫെസ്റ്റുകളിലൊക്കെ ഓരോ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. DJ പരോമ. ഓക്കെ, ബട്ട് ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. നെക്സ്റ്റ് അടുത്ത സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, NCC ഉണ്ട്, IST ഉണ്ട്. കൂടാതെ നാച്ചുറൽ ക്ലബ്ബ്, സോൻ, ആർട്സ് ക്ലബ്ബ്, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഉണ്ട്, ISACA, TEDx, FISAT, TEDx ഉണ്ട്, നടക്കാറുണ്ട്. FISAT ഫ്രീ സോഫ്റ്റ്വെയർ സെൽ. ഓക്കെ, റിവ്യൂ നോക്കാം. I am satisfied with my college. There are good placement every year. The real story of FISAT ലേണിംഗ് ക്യാമ്പസ് ലൈഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. നെക്സ്റ്റ് വിജ്ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പിറവം, വിസാറ്റ്. പണ്ടത്തെ വിസാറ്റ് ആണിത്. ഓക്കെ,
വിജ്ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, അതിൻ്റെ കോളേജിൻ്റെ ക്യാമ്പസ് നോക്കാം. ഓക്കെ, ബിസാറ്റ് കുഴപ്പമില്ല. ഒരു പുഴയുടെ തീരത്താണ് വരുന്നു. പുഴയുടെ തീരത്താണെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60 സീറ്റ്, ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് 30 സീറ്റ്. ടോട്ടൽ 300 സീറ്റുകളാണുള്ളത്. അഡ്മിഷൻസ് നോക്കാം. കീം മാനേജ്മെന്റ് NRI വഴി കയറാം. അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് ഇല്ല. ചിലപ്പോൾ കുട്ടികൾ കഴിഞ്ഞ വർഷം സിവിൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ പുതിയതായിട്ട് വന്നതാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആരും ചിലപ്പോൾ കീമോ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എൻറോൾ ചെയ്തിട്ടില്ല. രണ്ട് വേണമെങ്കിലും ആവാം. ഓക്കെ, അതറിയില്ല കേട്ടോ, ചിലപ്പോൾ ന്യൂ ബ്രാഞ്ച് ആയിരിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസിന് അവിടെ 59,000 സംതിങ് ആണ് റാങ്ക് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 52,757 വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 64,000 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 18,792 ആണ് റാങ്ക് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 62,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 64,000 സംതിങ് വന്നിട്ടുള്ളത്. അതായത് ഈ കോളേജിൽ നല്ല റാങ്ക് വന്നിട്ട് കയറിയിട്ടുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു 50,000 മുകളിലാണ് റാങ്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനാണ് ഇതിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് 18,792 വന്നിട്ടുള്ളത്. ഓക്കെ, ഫീസിനെ പറ്റി അറിയില്ല. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.03 ഏക്കർ ആണ്. കമ്പ്യൂട്ടർ സെന്റർ, ലൈബ്രറി, വർക്ക്ഷോപ്പ്, ട്രാൻസ്പോർട്ടേഷൻ, വൈഫൈ എനേബിൾഡ് ക്യാമ്പസ്, സ്മാർട്ട് ക്ലാസ് റൂം, കഫ്തീരിയ, സെമിനാർ ഹാൾ, ലബോറട്ടറീസിന്റെ ഒക്കെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് സാലറി പാക്കേജ് വന്നിട്ടുള്ളത് 16 LPA ആണ്. ആവറേജ് സാലറി പാക്കേജ് 3.6 LPA ആണ്. 3.6 LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 പെർ മന്ത് എന്നുള്ളതാണ് ആവറേജ് വന്നിട്ടുള്ളത്. ഇൻഫോസിസ്, ഹൈപീക്ക്, സെറോൺ കൺസൾട്ടിങ്, സോളോ, പൂർണ്ണ ഇൻഫോവിഷൻ, UST ഗ്ലോബൽ, വിപ്രോ, സവയർ ഒക്കെയാണ് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് അവിടെ എന്തുണ്ട്, IEDC ഉണ്ട്. IEDC എന്താ ചെയ്യുന്നത് നമ്മൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ടെക്നിക്കൽ റിസർച്ച് ഏരിയ ആയിട്ട് അവിടെ അവർ റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നത് എംബഡഡ് സിസ്റ്റം, VLSI ഡിസൈൻ, IoT ബേസ്ഡ് മോണിറ്ററിംഗ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, സ്മാർട്ട് മെറ്റീരിയൽസ്, എൻവയോൺമെന്റൽ സൊല്യൂഷൻസ്, ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി കൊളാബറേഷൻ വരുന്നത് ടൈപ്പ് വിത്ത് PCB ഇൻഡസ്ട്രീസിനോടും എംബഡഡ് സിസ്റ്റം ഫേംസ്, ടെലികോം കമ്പനീസ് ടു എൻഹാൻസ് പ്രാക്ടിക്കൽ സ്കിൽ ആൻഡ് റിസർച്ച്. സ്റ്റുഡൻറ് ക്ലബ്സ് ആൻഡ് ഇവൻറ്റ്സ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ IEEE സ്റ്റുഡൻസ് ബ്രാഞ്ച്, ടെക്നിക്കൽ ഫെസ്റ്റ്, ഹാക്കത്തോൺസ്, വർക്ക്ഷോപ്സുകളൊക്കെ നടക്കാറുണ്ട്. നമുക്ക് അവിടുത്തെ ഫെസ്റ്റുകളുടെ കാര്യം നോക്കാം. ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ്, ഓക്കെ, ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE, IEDC, NSS, NCC, ഫിലിം ക്ലബ്, കൾച്ചറൽ ക്ലബ്, സോഷ്യൽ സർവീസ് ക്ലബ്, ബ്ലഡ് ഡൊണേഷൻ ഫോറം, അഡ്വഞ്ചർ ക്ലബ്, ആർട്സ് ക്ലബ്, റോബോട്ടിക് ക്ലബ്, നേച്ചർ ക്ലബ്. ഓക്കെ, റിവ്യൂ. അടുത്ത റിവ്യൂ നിങ്ങൾ നോക്കാം. അവർ കോളേജ് പ്രൊവൈഡ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, മൈ പെർസ്പെക്റ്റീവ് ഓഫ് കോളേജ് എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ വായിച്ചു നോക്കട്ടോ. അടുത്ത് SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാരിക്കുറ്റി. ഓക്കെ, SEMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാരിക്കുറ്റി. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. NBA ആൻഡ് NAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, നല്ല ക്യാമ്പസ്, ഗ്രൗണ്ടും നെറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ലൈബ്രറി ആണെന്ന് തോന്നുന്നു. യെസ്. അടുത്ത ബ്രാഞ്ചസുകൾ നോക്കാം.
ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട് 30 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 240 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 90 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി 30 സീറ്റ്, അങ്ങനെ ടോട്ടൽ 600 സീറ്റ് ഉണ്ട് കോളേജിൽ. ഓക്കെ, ഇത് അഡ്മിഷൻ കീമ് മാനേജ്മെന്റ് NRI വഴിയാണ് കയറാൻ പറ്റുക. ലാസ്റ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 53,000 സംതിങ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 24,772 വന്നത്. അതേസമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 19,616 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വന്നത് 20,357 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നത് 20,443 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 31,000 സംതിങ് ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 33,000 സംതിങ് ആണ് വന്നത്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജിക്ക് 41,619 ആണ് വന്നത്. ഓക്കെ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് 65,376 ആണ് സീറ്റാ വന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സും അവിടുത്തെ അഡ്മിഷൻസും അവിടുത്തെ കീമ് ലാസ്റ്റ് റാങ്കും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ SCMS കോളേജിലത്തെ ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത് 75,000 രൂപയാണ് പെർ ഇയർ വന്നിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 29 ഏക്കർ ക്യാമ്പസ് ആണ്. ഹോസ്റ്റല്, ട്രാൻസ്പോർട്ടേഷൻ, ക്യാൻറ്റീൻ, കോളേജ് സ്റ്റോർ, ബാങ്ക്, ഇൻഡോർ ഗെയിംസിന് ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ലബോറട്ടറീസ് ഓക്കെ, അവിടുത്തെ ലാബുകളാണ് പവർ ഇലക്ട്രോണിക്സ് ലാബുകളും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണിത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലാബ്, മൈക്രോവേവ് ലാബുകളുടെ ഫോട്ടോ ആണ്. പ്ലേസ്മെന്റ് സമ്മറി നോക്കാം. ഹയസ്റ്റ് സാലറി പാക്കേജ് പോയിട്ടുള്ളത് 7 LP ആണ്. ആവറേജ് 4 LP ആണ്. നമ്പർ ഓഫ് കമ്പനീസ് വന്നത് 2024 250 കമ്പനിയാണോ, ഓഫർ ആയിരിക്കും, 240 ഓഫർ ആയിരിക്കും. ഓക്കെ, ഫിഗർമാർ നമ്പർ ഓഫ് ഓഫർ ആണ് ഉദ്ദേശിച്ചത്. 250 ഓഫർ 2024 പോയിട്ടുണ്ട്. 2023 അതുപോലെ പോയിട്ടുണ്ട്. 2021 300 അടുത്ത് പോയിട്ടുണ്ട്. പ്ലേസ്മെന്റ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. 2024 70% ആൾക്കാരും പ്ലേസ്മെന്റ് നേടിയിട്ടുണ്ട്. 60-ന്റെയും 70-ന്റെ ഇടയിൽ നേടിയിട്ടുണ്ട് 2023. ഓക്കെ, അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ക്യൂബെസ്റ്റും, എക്സ്പിയോൺ, ഇന്ത്യൻ ഓയിൽ, എക്സാവെയർ, ഡെൽറ്റ എക്സ്, ധാരാളം കമ്പനികൾ വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, പാറ്റന്റഡ് ഇന്നോവേഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസ് ഫോർ സ്ട്രേ ഡോഗ്സ്. ഡെവലപ്മെന്റ് പാറ്റന്റ് കിട്ടിയ ഇന്നോവേഷൻ ആണ് ഡെവലപ്മെന്റ് ഓഫ് എ ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസ് ഫോർ സ്ട്രേ ഡോഗ്സ്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്, പാറ്റന്റ് കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇൻക്ലൂഡ് ഫിഷ് ഇൻസ്പയർഡ് അണ്ടർ വാട്ടർ സർവൈലൻസ് വെഹിക്കിൾ, സോളാർ ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്മെന്റ് ആൻഡ് പോർട്ടബിൾ ഡിസാലിനേഷൻ യൂണിറ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഏരിയ ഓട്ടോണോമസ് റോബോട്ട്, ബ്രെയിൻ മാപ്പിംഗ് ബേസ്ഡ് അസിസ്റ്റീവ് ടെക്നോളജി, AI ആൻഡ് ഡാറ്റാ സയൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് അക്കാദമിക് കൊളാബറേഷൻ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് റിസർച്ച് പബ്ലിക്കേഷൻ ഇൻ ഇൻഡെക്സ്ഡ് ജേർണൽ, ഹോസ്റ്റ് കോൺഫറൻസ് ഓൺ IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് and encourage faculty and student research project. Departmental activities, mechanical engineering as an association for research ഉണ്ട്, that host a idea pitching competition for socially relevant engineering solutions. അവിടുത്തെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഫോട്ടോസ് ആണ് കൊടുത്തിട്ടുള്ളത്. തൈത്തക ആൻഡ് ഇബഞ്ചിക. ഓക്കെ, സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പിന്നെ സിനർജി, KBA ഇന്നോവേഷൻ ക്ലബ്ബ്, ഇലക്ട്രോണിക്സിന് എക്സ്പ്ലോറ, ഇലക്ട്രിക്കലിന് ACE, സിവിലിന് AC,
അതായത് ഓരോ ബ്രാഞ്ചിന്റെയും ക്ലബ്ബുകൾ സെപ്പറേറ്റ് ഉണ്ട്. ഓട്ടോമൊബൈലിന്റെ സായി ഇന്ത്യ, ടോർക്ക്, ഫ്രെയിംസ്, ARME ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. റിവ്യൂ നോക്കാം. ഡു നോട്ട് എക്സ്പെക്ട് എനി കോളേജ് ഫെസ്റ്റ്. ഏത് കോളേജ് ഫെസ്റ്റ് എക്സ്പെക്ട് ചെയ്യരുത്. ദർ ആർ മോർ ഓറിയന്റഡ് ടുവേർഡ്സ് ക്ലാസ് റൂം ലൈഫ് എന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോളേജ് ഫെസ്റ്റ് അവിടെ നടന്നതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്നുള്ളൂ. മീൻസ് ഓരോ ചിലപ്പോൾ ആ വർഷം കോളേജ് ഫെസ്റ്റുകളൊന്നും നടന്നിട്ടുണ്ടാവില്ല. കോളേജ് ഓവറോൾ ഈസ് മിഡ് ആൻഡ് പ്ലേസ്മെന്റ്സ് ആർ ലോ ആൻഡ് നോട്ട് മെനി ബിഗ് കമ്പനീസ് ആർ അപ്രോച്ചിങ് എന്നുള്ള രീതിയിലും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജ് നമുക്ക് നോക്കാം. റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാലടി. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാലടി. ഓക്കെ, സെൽഫ് ഫിനാൻസ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അടുത്ത കോളേജ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കാലടി. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തത്. NBA NAC A ഗ്രേഡ് കോളേജാണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഓക്കെ, ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ഇനി അവിടുത്തെ ബ്രാഞ്ചസുകൾ നമുക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 690 സീറ്റുകളുണ്ട്. ഓക്കെ, അവിടെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ആൻഡ് ഇത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകൾ അവിടെ നിന്നുണ്ട്, കോളേജിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ അഡ്മിഷൻസ് നോക്കാം. കീം മാനേജ്മെന്റ് NRI വഴി ആണ് നമുക്ക് അവിടെ കയറാൻ പറ്റുക. ഇവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ 67,276 ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് 22,914. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 20,152. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 22,841. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 24,858. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 34,019. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 41,934. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് 33,262. ആൻഡ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ വന്നിട്ടുള്ളത് 52,297. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്, അല്ലാതെ റിസർവേഷൻ പറയുമ്പോൾ അതിനെക്കാട്ടും താഴെ റാങ്കിൽ കിട്ടും. ഓക്കെ, അവിടുത്തെ ആനുവൽ ട്യൂഷൻ ഫീ വന്നിട്ടുള്ളത് 75,000 ആണ്. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ 10 ഏക്കർ ക്യാമ്പസ് ആണ്. ഹോസ്റ്റല്, ക്യാൻറ്റീന്, IT ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്ക്, ATM, സെൻട്രൽ ഫെസിലിറ്റീസ്, വെൽനസ് ക്ലിനിക് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫിറ്റ്നസ് ആൻഡ് വെൽബീയിങ്, പവർ ആൻഡ് ബാക്കപ്പ്, ദിവ്യ ഫെസിലിറ്റീസ്, സെൻട്രൽ ലൈബ്രറി. ഓക്കെ, ലബോറട്ടറീസ് നോക്കാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി സിവിലിൻ്റെ ലാബാണ്. അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ലാബ്, ട്യൂണിംഗ് ലാബ്, മെഷീൻ ലേണിംഗ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, അൺമാനഡ് ഏരിയൽ വെഹിക്കിൾ ലാബ്. ഓക്കെ, റോബോട്ടിക്സിൻ്റെ ലാബായിരിക്കും. ആൻഡ് പ്ലേസ്മെൻറ്റ് സമ്മറി സാലറി പാക്കേജ് കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 4 LP ആണ് വന്നിട്ടുള്ളത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, TCS, ഇന്നോവേച്ചർ, ഫെഡറൽ ബാങ്ക്, സദർലാൻഡ്, വിപ്രോ, അബാസോഫ്റ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഫീച്ചർ, സ്പെഷ്യലൈസ്ഡ് റിസർച്ച് ആൻഡ് ലാബുകളുണ്ട്. സ്പെഷ്യലൈസ്ഡ് ലാബ് ഫോർ മൾട്ടിമീഡിയ, ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സിനൊക്കെ സ്പെഷ്യലൈസ്ഡ് ലാബുകളുണ്ട്. ഇന്നോവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ്, IEDC എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റ് ലൈക്ക് ദ ആദിശങ്കര ഏഷ്യനെറ്റ് ന്യൂസ് യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ആൻഡ് ആദിശങ്കര
ലൈക്ക് ദ ആദിശങ്കര ഏഷ്യനെറ്റ് ന്യൂസ് യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ആൻഡ് ഇന്റർനാഷണൽ MLH ലോക്കൽ ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസ് AI IoT innovation focus on AI driven hardware design. New partnership with Adya AI established a center of generative AI and industry driven research. Sustainability research. Electrical and Electronics Engineering Department develop and research a battery operated electric vehicle and research നടത്തുന്നുണ്ട്. Institutional support. IIC, that is the Institution Innovation Council, operating with the Ministry of Education, guideline promote vibrant startup and innovation ecosystem. Indian Knowledge System Institute integrate traditional knowledge with the modern engineering to promote a vibrant startup and innovation ecosystem. ഫെസ്റ്റുകൾ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റുകളാണ് ബ്രഹ്മ 2025. ഓക്കെ, അതിൻ്റെ ഫോട്ടോസുകളാണ്. ഓണം സെലിബ്രേഷൻ, ഇത് ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ടെന്ന് പറഞ്ഞതാണ്. അടുത്ത സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ് IEEE ഉണ്ട്, IEDC ഉണ്ട്, IIC ഉണ്ട്, NSS ഉണ്ട്, ISC ഉണ്ട്, കൂടാതെ സായി ഇന്ത്യ ഉണ്ട്, SAI ഇന്ത്യ, AI ക്ലബ്ബ്, കോഡക്സ്, CSIൻ്റെ ക്ലബ്ബ്, ഫോട്ടോഗ്രാഫി ക്ലബ്ബ്, ലിറ്ററസി ക്ലബ്ബ്, ഡ്രോൺ ക്ലബ്ബ്, തിങ്കർ ഹബ്ബ്, ആർട്സ് ആൻഡ് തിയേറ്റർ ക്ലബ്ബ്, ലിറ്ററസി ക്വിസ് ക്ലബ്ബ്, അതായത് ധാരാളം മാത്തമാറ്റിക്സ് ക്ലബ്ബ്, എല്ലാത്തിനും നമ്മുടെ ക്ലബ്ബുകളുണ്ട്. ഫാക്കൽറ്റി പ്രൊഫഷണൽ എൻറിച്ച്മെൻറ്റ് സെല്ല്, ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബ്, അതായത് മെയിൻ ക്ലബ്ബുകളല്ലാതെ തന്നെ കോളേജിൻ്റെ ഉള്ളിൽ ധാരാളം ക്ലബ്ബുകൾ വേറെയുണ്ട്. അമേസിങ് ഫെസിലിറ്റീസ് ആൻഡ് പ്ലേസ്മെൻ്റ് എന്ന് റിവ്യൂ ഉണ്ട്. ഗുഡ് ടീച്ചിങ് ക്വാളിറ്റി ബട്ട് ആവറേജ് പ്ലേസ്മെൻറ്റ് ആൻഡ് ലിമിറ്റഡ് ക്യാമ്പസ് സ്പേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മൂവാറ്റുപുഴ. ഇതൊരു സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, NBA ആൻഡ് NAC A ഗ്രേഡ് ഉള്ള കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, വലിയ ക്യാമ്പസാണ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, നല്ല ക്യാമ്പസ്. ഓക്കെ, അവിടുത്തെ സീറ്റുകളും ബ്രാഞ്ചുകളും നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് അവിടെ 150 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിന് 60 സീറ്റും സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റും. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 60 സീറ്റും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റും. അങ്ങനെ ടോട്ടൽ 600 സീറ്റ് ഉണ്ട്. ഓക്കെ, അവിടുത്തെ അഡ്മിഷൻ സ്കീം മാനേജ്മെന്റ് NRI വഴി നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 58,000 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിന് 37,517 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 22,000 സംതിങ്ങിലാണ് റാങ്ക് വന്നിട്ടുള്ളത്, ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളത് 30,000 സംതിങ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 50,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 49,000 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 28,919 ആണ് ലാസ്റ്റ് റാങ്ക് വന്നത്. IT ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വന്നിട്ടുള്ളത് 47,047. അടുത്ത ആനുവൽ ട്യൂഷൻ ഫീ വന്നിട്ടുള്ളത് 90,285 രൂപയാണ് പെർ ഇയർ വന്നിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, കോമൺ കമ്പ്യൂട്ടിംഗ് സെന്റർ, ജിമ്മ്, സെമിനാർ ഹാള്, ഓഡിറ്റോറിയം, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്റ്റേഡിയം, ATM, ട്രാൻസ്പോർട്ടേഷൻ, കഫ്തീരിയ, ലാംഗ്വേജ് ലാബ് ഒക്കെ ഉണ്ട്. ഓക്കെ, അവിടുത്തെ ലബോറട്ടറീസിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ റിസർച്ച് ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്, സിസ്റ്റം ലാബ്, ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഡിസൈൻ ടെക്നോളജി ലാബ്, മൈക്രോ പ്രൊസസർ ലാബ്. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 4 LP ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫോസിസ്, UST ഗ്ലോബൽ, നിസാൻ, TCS, EY, 60 ടെക്നോളജി, ഇൻചർ ടെക്നോളജി, എക്സ്പീരിയൻ ടെക്നോളജി, ക്യൂബെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R&D സെന്റർ ആൻഡ് പ്രൊജക്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ അതിൻ്റെ പ്രൊജക്റ്റുകളാണ് പറയുന്നത്. സ്റ്റാഫിനും സ്റ്റുഡൻസിനും R&D മീൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്ലൈഡ് പ്രൊജക്ട്, പബ്ലിക്കേഷൻ, റെപ്യൂട്ടഡ് ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ ഉള്ള എന്തുണ്ട്, R&D സെന്റർ ഉണ്ട്. IEDC ആൻഡ് സ്റ്റാർട്ടപ്സ് 2017 മുതൽ IEDC ഉണ്ട് അവിടെ.
ഓണ്ടർപ്രണർഷിപ്പിനും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ IEC ഉണ്ട്, 2018 മുതലുണ്ട്. IPR മാനേജ്മെന്റ്, അതായത് IPR മാനേജ്മെന്റും ഡിസൈൻ തിങ്കിങ് ആൻഡ് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ മാനേജ്മെന്റ്, നമ്മൾ പാറ്റന്റ് എടുക്കുന്ന പരിപാടി. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ IIC. ഇന്റേൺഷിപ്പുകളും റിസർച്ച് പ്രോജക്ട് വിത്ത് ഇൻഡസ്ട്രിയൊക്കെ കൊളാബ് ചെയ്യാനും വേണ്ടി അവിടെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ററാക്ഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനിയിൽ വരെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രിപ്ലി ഹാവ് കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ഓഫ് ദ ബോർഡ് ഓഫ് റിസർച്ച് ഇൻ ന്യൂക്ലിയർ സയൻസ് while EC focus on low power cost effective electronics product. The artificial intelligence and data science department focus on research oriented innovative development. Events and competition. Vishwajyoti College of Engineering host event like the Ignite Innovation Contest promotes student innovation. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റിയായിരുന്നു. ഇനി അടുത്ത പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു, റിസർച്ച് പറഞ്ഞു. ഇനി അവിടുത്തെ ടെക് ഫെസ്റ്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നോക്കാം. ദൃശ്യ ബോധി 2025 ദൃശ്യം നടന്നിട്ടുണ്ട്. ബോധിയും ദൃശ്യമാണ് അവിടുത്തെ ടെക്കും കൾച്ചറൽ ഫെസ്റ്റ് ആയിട്ട് വരുന്നെന്ന് തോന്നുന്നു. സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് IEEE ഉണ്ട്, IEDC, NCC, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ, NSS and IST, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ, സൊസൈറ്റി ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് ആൻഡ് മാനേജേഴ്സ്, CSI, KMA, NIPM, ഇത്തരത്തിലുള്ള ക്ലബുകളും അവിടെ ഉണ്ട്. Good infrastructure, supportive faculty members and decent placement for game development. The college, if you just want to graduate എന്നുള്ള രീതിയിലും കമന്റ് ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ഓരോ കോളേജിൻ്റെയും ഫെസിലിറ്റികളാണ് പറയുന്നത്. അവിടെ ഈ ഫെസിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കോളേജിൽ അവിടെ ഐഡിയ ലാബ് ഉണ്ടാവും, ഫാബ് ലാബ് ഉണ്ടാവും, അതായത് 3D പ്രിന്റിങ് വെച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വരെയുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും. അത് നമ്മൾ ഉപയോഗിക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തുള്ളൂ, യൂസ് ഉള്ളൂ. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ക്രിക്കറ്റ് നെറ്റ് ഉണ്ടെന്നാണ് ക്രിക്കറ്റ് കളിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാര്യമൊന്നുമില്ല. അത്ര വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മളെ കോളേജിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കോളേജാണ് ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അറക്കുന്നം. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, 2002 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. NBA, NAC, ISO ഉള്ള കോളേജാണ്, KTന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ഫോട്ടോസ് ഇതാണ്. കോളേജിൻ്റെ ഫോട്ടോസ്. ബിടെക്കിന്റെ ബ്രാഞ്ചസുകളും ഇൻടേക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 180 സീറ്റ് ഉണ്ട്. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 60 സീറ്റ്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ 60 സീറ്റ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ഇതിൽ നമ്മൾ കണ്ടു സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ആൻഡ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഉണ്ട്. ഇത്ര സ്പെഷ്യലൈസ്ഡ് ഉള്ള ബ്രാഞ്ചുകളുണ്ട്. ടോട്ടൽ 570 സീറ്റുകളാണ് കോളേജിലുള്ളത്. അഡ്മിഷൻ കീം മാനേജ്മെന്റ് NRI വഴിയാണ് അവിടെ അഡ്മിഷൻ കിട്ടുക. കീം 2025 കട്ട് ഓഫ് റാങ്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ അവിടെ 62,000 സംതിങ് ആണ് ലാസ്റ്റ് കട്ട് ഓഫ് പോയത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 23,500 പോയത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 26,300 പോയത് സംതിങ്.
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 38,700 സംതിങ് ആണ് പോയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 47,800 സംതിങ് ആണ് പോയത്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് 49,300 സംതിങ്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 46,800 സംതിങ്. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 39,622 പോയത്. സേഫ്റ്റി ആൻഡ് ഫയർ 26,627 ആണ് പോയത്. അപ്പോൾ സേഫ്റ്റി ആൻഡ് ഫയറിന് ബാക്കിയുള്ളത് നോക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. 26,627 ആണ് പോയത്. ഓക്കെ, നെക്സ്റ്റ് ഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 26 ഏക്കർ ക്യാമ്പസ് ആണ്. ഇൻഡസ്ട്രി സപ്പോർട്ടഡ് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ICT എനാബിൾഡ് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. സെൻട്രൽ ലൈബ്രറി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറീസുകളുണ്ട്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ലാബ് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ഇൻസ്ട്രുമെന്റേഷൻ ലാബ് ഉണ്ട്. 3 ഇൻഡോർ ഓഡിറ്റോറിയം ആൻഡ് 1200 സീറ്റർ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. കഫ്തീരിയ, ഹോസ്റ്റല്, ATM, ഹെൽത്ത് സെന്റർ വിത്ത് എ ഫുൾ ടൈം നഴ്സ് ആൻഡ് പാർട്ട് ടൈം ഡോക്ടർ ഉണ്ട്. 24 അവർ കോളേജ് ആംബുലൻസ് സർവീസ് ഉണ്ട്. 24/7 വൈഫൈ ഉണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ബാഡ്മിന്റൺ, ടെന്നീസ് കോർട്ടുകളൊക്കെ ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോർ ഉണ്ട്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, ലബോറട്ടറീസിന്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഡ്രോൺസ്. പ്ലേസ്മെന്റ് സമ്മറി 10 LPA ആണ് പ്ലേസ്മെന്റ്. ആവറേജ് 3 LPA ആണ് വന്നിട്ടുള്ളത്. ഹയസ്റ്റ് പാക്കേജ് 10 LPA ആണ്. ആവറേജ് 3 LPA ആണ്. പ്ലേസ്മെന്റ് സമ്മറി സ്റ്റുഡൻറ് ഇത്രയും കാലത്തിനുള്ളിൽ പ്ലേസ്ഡ് ആയതായിരിക്കാം. 955 സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അത് കാരണം 570 സീറ്റ് ഉണ്ട്. പിന്നെ 955 പേര് പ്ലേസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വർഷത്തേതാവില്ല കണക്ക്. ഓക്കെ, 955 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 1541 ഓഫർ വന്നിട്ടുണ്ട്. 125 കമ്പനി വന്നിട്ടുണ്ട്. ആവറേജ് CTC 3 lakhs ആണ്. ഹയസ്റ്റ് ആനുവൽ പാക്കേജ് വന്നിട്ടുള്ളത് 10 lakhs ആണ്. സ്റ്റഡി പെർഫോമൻസ് ഇൻ പ്ലേസ്മെന്റ് 2020 ഒരു 150ഓളം സ്റ്റുഡൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 300ന്റെ മുകളിൽ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. 150 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് പ്ലേസ്മെന്റ്. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ 2024 ഡാറ്റ ഉള്ളത് ഇവിടെ. 2024 ഏകദേശം 150 സ്റ്റുഡൻസ് പ്ലേസ് ആയിട്ടുണ്ട്. എത്ര ഓഫർ വന്നിട്ടുണ്ട്? 220, 230 ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, 2025 ഡാറ്റ കയ്യിലില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, IBM, TCS, Xeron കൺസൾട്ടിംഗ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്നൈഡർ ഇലക്ട്രിക്, പൂർണ്ണ ഇൻഫോവിഷൻ, ഫെഡറൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ, നല്ല കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്, റിക്രൂട്ട്മെന്റിന് വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആൻഡ് MOUs. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പാർട്ട്ണർ വിത്ത് മാറ്റർ ലാബ് ഫോർ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ചിന് സിവിൽ എഞ്ചിനീയറിംഗ് ലാബ് എന്ത് ചെയ്തിട്ടുണ്ട്? സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊളാബ് ചെയ്തിട്ടുണ്ട്, പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. വൈൽ ദ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് പാർട്ട്ണർ വിത്ത് ലോജിക്സ് സ്പേസ് ടെക്നോളജി ഫോർ AI ആൻഡ് IoT റിസർച്ച് കൺസൾട്ടൻസി ആൻഡ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ലോജിക്സ് സ്പേസ് ടെക്നോളജി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊളാബ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് ലാബ്, ദ ക്യാമ്പസ് ഫീച്ചേഴ്സ് സോളാർ പവേർഡ് ലബോറട്ടറീസ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ലാബ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ്. ഇന്നോവേഷൻ എക്കോസിസ്റ്റം, TIST support students innovation through bodies like Tinker Hub, Google Developer Students Club, focusing on hackathon and practical link project. Okay, technical training, students engage in hands-on training through workshop and internship at a center like the Bosch Rockroth Center of Competitions in Automation Technology like participate ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോക്കച്ച് കോളേജിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ പ്ലേസ്മെന്റ് വരെ നമ്മൾ പറഞ്ഞു, അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് പറഞ്ഞു, അവിടുത്തെ ലാബുകളെ പറ്റി പറഞ്ഞു. ഇനി അവിടുത്തെ ഫെസ്റ്റ് ഏതാ നോക്കാം. അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, ആരൊക്കെ വന്നിട്ട് ഒന്ന് കാണാം. ഓക്കെ, അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, IST ഉണ്ട്, NSS,
IIC ഉണ്ട്. ഓക്കെ, പിന്നെ കൂടാതെ അവിടെ തന്നെ പല സ്റ്റുഡൻറ് ചാപ്റ്ററുകളും ഉണ്ട്. സായി ഇന്ത്യ, ഓക്കെ, IET, ഓക്കെ, അത് വേറെ തന്നെ ഉണ്ട്. എനിക്കറിയാം, കുറേ കോളേജിൻ്റെ കണ്ടു. അടുത്തത് ഗുഡ് പ്ലേസ്മെന്റ് ഇൻ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇൻ അവർ കോളേജ് റിവ്യൂ ആണ്. സപ്പോർട്ടീവ് ടീച്ചിങ് ആൻഡ് ഗുഡ് പ്ലേസ്മെന്റ് ട്രെയിനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ നോക്കാം. അപ്പോൾ അടുത്ത കോളേജ് ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കളമശ്ശേരി. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്തത്. NBA അക്രഡിറ്റഡ് കോളേജ് ആണ്. KTUവിൻ്റെ അണ്ടറിലെ വരുന്ന അഫിലിയേഷനുള്ള കോളേജാണ്. NBA അക്രഡിറ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഞ്ചിനും NBA ഉണ്ടാവണമെന്നില്ല. ഓരോ ബ്രാഞ്ചിനാണ് NBA അക്രഡിറ്റേഷൻ കിട്ടുക. ഓക്കെ, ഇനി കോളേജിന്റെ ക്യാമ്പസ് നോക്കാം. ഇനി അടുത്ത വരുന്ന കോളേജ് ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കളമശ്ശേരി. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അഫിലിയേഷൻ വരുന്ന കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ഈ NBA അക്രഡിറ്റഡ് എന്ന് പറയുമ്പോൾ NBA അക്രഡിറ്റേഷൻ ഓരോ ബ്രാഞ്ചിനാണ് NBA അക്രഡിറ്റേഷൻ കിട്ടുക കേട്ടോ. ഓക്കെ, NAC എന്ന് പറയുമ്പോൾ കോളേജിനാണ് NAC ഉണ്ടാവുക. NBA അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിന് കിട്ടുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി ആ കോളേജിന്റെ ക്യാമ്പസ് നോക്കാം. ഓക്കെ, നല്ല ക്യാമ്പസ് ആണ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 420 സീറ്റാണ് കോളേജിലുള്ളത്. ഓക്കെ, അഡ്മിഷൻസ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി കയറാം. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് 52,252 ആണ് ലാസ്റ്റ് ഇയർ കീമിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 33,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 59,733 ആണ് എന്ത് വന്നിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 61,000 സംതിങ് ആണ് വന്നത്. 61,506 ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് 37,704 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഫീസ് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 12 ഏക്കർ ക്യാമ്പസ് ആണ്. കമ്പ്യൂട്ടർ സെന്റർ, ക്യാൻറ്റീന്, ചാപ്പലായിരിക്കും. ഐൻസ്റ്റീൻ ഹാൾ, ഡാവിഞ്ചി ഓഡിറ്റോറിയം, ഇൻഫർമറി ആൻഡ് സ്പോർട്സ് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളുണ്ട്. ലബോറട്ടറീസിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, പേടിഎം, സ്മാഡി, അപ്പോളോ ടയർ, ജെൻസ്, എഡ്യൂക്കേറ്റ്, ഇതെല്ലാ കമ്പനികളൊക്കെ വന്നിട്ട് പ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെല്ലിന്റെ അലൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്നോവേഷനും IPR-ഉം സ്റ്റാർട്ടപ്സ്, ഓണ്ടർപ്രണർഷിപ്പ്, വർക്ക്ഷോപ്പ്, സെമിനാർ, അതൊക്കെയാണ് IIC-ന്റെ കീഴിൽ വരിക. പിന്നെ കൂടാതെ IEDC ഉണ്ട്. IEDC സപ്പോർട്ട് ബൈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇന്നോവേഷൻ ഐഡിയനെ പ്രോട്ടോടൈപ്പ് ആയിട്ടും പ്രൊഡക്റ്റ് ആയിട്ടും മാറ്റുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് IEDC. നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി പ്രൊജക്ട്, റിസർച്ച് കമ്മിറ്റി, ഡെഡിക്കേറ്റഡ് റിസർച്ച് കമ്മിറ്റി ഉണ്ട്. ഏരിയാസ് സച്ച് ആസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്, മെഷീൻ ലേണിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ റിസർച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്പെസിഫിക് റിസർച്ച് സെൻറ്റർ, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് സെൻറ്റർ ഉണ്ട്, വിച്ച് പ്രൊവൈഡ് ട്രെയിനിങ്, റിസർച്ച് ഇൻ ഓപ്പൺ ഫോം ഹീറ്റ് ട്രാൻസ്ഫർ അനാലിസിസ് ആൻഡ് ബയോഫ്ലൂയിഡ് ഫ്ലോസ്. ഇൻഡസ്ട്രി കൊളാബറേഷനായിട്ടുള്ള MOUs നോക്കാം. ആക്റ്റീവ്ലി പാർട്ണർഷിപ്പ് വിത്ത് ഇൻഡസ്ട്രീസ്, Synro Robotics Private Limited to facilitate research, internship, development field like 3D printing, embedded system and automation. Okay, student projects and fund നോക്കാം. Student led innovation with initiative like the ISAT, Ideathon and recent financial assistance from APJ Abdul Kalam. KTUവിൻ്റെ നിന്ന് വേരിയസ്
ഡിപ്പാർട്ട്മെന്റിലെ പ്രൊജക്റ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്. പബ്ലിക്കേഷൻ, ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ റിസർച്ച് പബ്ലിക്കേഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ അക്കാദമിക് ആൻഡ് സയന്റിഫിക് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി കോളേജിലുള്ള ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് ക്രൈസാലിസ് 24, ആരവം, തരംഗം, ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, അല്ലാതെ ലിറ്ററസി ആൻഡ് ഡിബേറ്റ് ക്വിസ് ക്ലബ്ബ് ഉണ്ട്, ഡാൻസ് ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, നാഷണൽ സർവീസ് സ്കീം ഉണ്ട്, സ്പോർട്സ് കൗൺസിൽ, ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബ്, വുമൻ എംപവർമെൻറ്റ് സെൽ ഒക്കെ ഉണ്ട്. കോളേജിൻ്റെ റിവ്യൂ അബൌട്ട് മൈ കോളേജ് റിവ്യൂ നിങ്ങൾ നോക്കണേ. ബിലോ ആവറേജ് പ്ലേസ്മെൻറ്റ് ഓഫറിനും ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് കോളേജ് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഐസാറ്റ് ആണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത കോളേജ് നോക്കാം. മാർ ബസിലിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ഗോതമംഗലം. സെൽഫ് ഫിനാൻസ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA NAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, നല്ല കോളേജ്, നല്ല ക്യാമ്പസ്. ഓക്കെ, ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 180 സീറ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 420 സീറ്റ് ഉണ്ട് കോളേജിൽ. കീമ് മാനേജ്മെൻറ്റ് NRI വഴി അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് കട്ട് ഓഫ് പോയത് 2025 കീമിൻ്റെ കട്ട് ഓഫ് പോയത്, സിവിൽ എഞ്ചിനീയറിംഗ് പോയത് 52,200 സംതിങ് ആണ് പോയത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 49,500 സംതിങ് ആണ് പോയത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 35,663 ആണ് പോയത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 39,977 ആണ് ലാസ്റ്റ് കട്ട് ഓഫ് പോയത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 50,993 ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 49,271 ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പുതിയ ബ്രാഞ്ചാണ്. അതിന് എന്ത് നിന്നിട്ടില്ല, തവണ തുടങ്ങിയ ബ്രാഞ്ച് ആയിരിക്കും. ഓക്കെ, ട്യൂഷൻ ഫീസ് അവർ അപ്രോക്സിമേറ്റ് ട്യൂഷൻ ഫീ സിഇക്കും, അതായത് സിവിൽ എഞ്ചിനീയറിംഗിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും 40,000 രൂപയും, ECക്കും ഇലക്ട്രിക്കലിനും 60,000 രൂപയും, CS ആൻഡ് ബാക്കിയുള്ള ഡാറ്റാ സയൻസ് ബ്രാഞ്ചുകൾക്ക് 75,000 രൂപയാണ് ഫീസ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. 10.2 ഏക്കർ ക്യാമ്പസ് ആണ്. ഹോസ്റ്റല്, സെൻട്രൽ ലൈബ്രറി, കമ്പ്യൂട്ടർ സെൻറ്റർ ഫോർ ബ്രൗസിംഗ്, ക്യാമ്പസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, ലൈവ് ലാബ്സ്, ലാംഗ്വേജ് ലാബ്, കോൺഫറൻസ് റൂം, സെമിനാർ ഹാള്, കഫ്തീരിയ, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ടേഷൻ, ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ഫിറ്റ്നസ് സെൻറ്റർ, സ്റ്റോറ്, പ്രയർ ഹാള്, മെഡിക്കൽ ഫെസിലിറ്റി, ATM, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ലബോറട്ടറീസ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസ് ലാബ്, പ്രോഗ്രാമിംഗ് ലാബ്, പവർ സിസ്റ്റം ലാബ്, പവർ ഇലക്ട്രോണിക്സ് ലാബൊക്കെ ഉണ്ട്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി, പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ആൻഡ് നമ്പർ ഓഫ് കമ്പനീസ് 2024 ഏകദേശം 150+ എന്തുണ്ട്, പ്ലേസ്മെൻറ്റ് നമ്പർ ഓഫ് ഓഫർ വന്നിട്ടുണ്ട്. കമ്പനീസ് ഏകദേശം 50-ൽ താഴെ കമ്പനീസും വന്നിട്ടുണ്ട്. ഓക്കെ, 2019 നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 400-ൻ്റെ അടുത്ത് പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഓഫർ വന്നിട്ടുണ്ട്. ഇപ്പോഴും വന്നിട്ടുള്ളത് ഒരു 40-50 കമ്പനികളാണ് വന്നിട്ടുള്ളത്. മെയിൻ റിക്രൂട്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് ഇൻഫോസിസ്, വിപ്രോ, ITC ഇൻഫോടെക്, TCS, Xeron കൺസൾട്ടിങ്, ആസ്പിയർ സിസ്റ്റം, ടെക് ന്യൂറോൺസ്, എക്സാവെയർ, വെർച്ചുസ, IBS സോഫ്റ്റ്വെയർ ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി സെല്ലുണ്ട്. വേരിയസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിന് കൺസൾട്ടൻസി സർവീസ്, ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലാണ്. IEDC ഉണ്ട്. IEDC നമ്മൾ പറഞ്ഞതാണ്, ഓണ്ടർപ്രണർഷിപ്പിനും സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങാനും വേണ്ടിയിട്ട് ഉള്ള വർക്ക്ഷോപ്സ്, മെൻറ്ററിങ്, ട്രെയിനിങ് സെഷൻസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫണ്ടഡ് പ്രൊജക്ട്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ ആസ് ഡെമോൺസ്ട്രേറ്റഡ് കേപ്പബിലിറ്റീസ് ഇന്നോവേഷൻ പ്രീവിയസ്ലി ഹോസ്റ്റിംഗ് ദ നാഷണൽ ലെവൽ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ നടന്നിട്ടുണ്ട് 2017 ആൻഡ് വിന്നിംഗ് ഫസ്റ്റ് പ്രൈസ് ഇൻ ദ കോംപ്ലക്സ് ഹാർഡ്വെയർ
എഡിഷൻ ഓഫ് SIH 2019 ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റൽ ഇനീഷ്യേറ്റീവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് റിസർച്ച് ഇൻ CAD or CAM robotics, computational fluid dynamics with modern lab facilities and so on experience ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. IPR cell, the institution operated IPR cell to promote awareness of regarding patent and innovation കൊടുക്കാനും വേണ്ടിയിട്ട് IPR cell ഉണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻ, ദ കോളേജ് സപ്പോർട്ട് ആക്റ്റീവ് ടെക്നിക്കൽ ചാപ്റ്റേഴ്സ്. IEEE ഉണ്ട്. CSI വിച്ച് ഓർഗനൈസ് ആക്കത്തോൺ, കോഡിംഗ് കോമ്പറ്റീഷൻ, ടെക്നിക്കൽ ടോക്സ് ഒക്കെ നടത്താനുള്ള ഇതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അവിടുത്തെ ഫെസ്റ്റുകൾ നോക്കാം. അവിടെ റിതം 2025 നടന്നിട്ടുണ്ട്. ഓക്കെ, ഫെസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ് ആൻഡ് ക്ലബ്, IEEE, IEDC, NSS, CSI ആൻഡ് IEI, ഡിജിറ്റൽ സെല്ല്, സ്പേസ് ക്ലബ് ആൻഡ് മാത്സ് സയൻസ് ക്ലബ്, കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് ക്ലബ്, മ്യൂസിക് ക്ലബ് ആൻഡ് ഡാൻസ് ക്ലബ്, ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബ്, നാച്ചുറൽ ക്ലബ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ ക്ലബ്. ഓക്കെ, കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ് നിങ്ങൾ നോക്കാം. വർത്ത് കൺസിഡറിങ്, ഇറ്റ് ഈസ് എൻ ആവറേജ് കോളേജ് വിത്ത് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ട്. അടുത്ത കോളേജാണ് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോലഞ്ചേരി. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA NAC അക്രഡിറ്റഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഓക്കെ, ഇതാണ് കോളേജിൻ്റെ ക്യാമ്പസ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിന് നമ്മൾ ബ്രാഞ്ചസുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്സ് ആണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 180 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ്. ആൻഡ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിന് 120 സീറ്റ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിയിൽ 60 സീറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്. ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജിക്ക് 30 സീറ്റ്. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചുകളായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കോഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ, ടോട്ടൽ 630 സീറ്റാണ് കോളേജിലുള്ളത്. ഓക്കെ, അവിടുത്തെ അഡ്മിഷൻ, കീം, മാനേജ്മെൻറ്റ്, NRI വഴി കയറാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് 65,000 സംതിങ് ആണ് ലാസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 39,800 സംതിങ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 51,300 സംതിങ് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 67,000 സംതിങ് ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 65,000 സംതിങ് ആണ് വന്നത്. ഈ VLSI ഡിസൈൻ പുതിയ ബ്രാഞ്ച് ആയിരിക്കും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ടെക്നോളജി പുതിയ ബ്രാഞ്ചാണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 51,163 ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 46,861 ആണ് വന്നത്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 41,561 ആണ് വന്നത്. ഓക്കെ, അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് 41,000 ആണ് വന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 41,000, എല്ലാത്തിനും 41,000 വന്നത്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിന് 71,000 ആണ് ഫീസ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈനിന് 36,000 ആണ് ഫീസ് സ്ട്രക്ചർ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, 40 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, കോൺഫറൻസ് ആൻഡ് സെമിനാർ ഹാൾ, ഹോസ്റ്റൽ, SNGC, മെഡിക്കൽ ക്ലിനിക്, കഫ്തീരിയ, ക്യാൻറ്റീൻ, കോളേജ് സ്റ്റോർ, ജിം ഒക്കെ ഉണ്ട്. ലബോറട്ടറീസിൻ്റെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ലാബ്, ആദിത്യ ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 35 LPA ആണ്. 3.5 LPA ആണ് ആവറേജ് പാക്കേജ് വന്നിട്ടുള്ളത്. ടോപ്പ് റിക്രൂട്ടേഴ്സ് വിപ്രോ, ഫ്ലിപ്കാർട്ട്, എംഫേസ്, ഫെഡറൽ ബാങ്ക്, നിറബറ, അക്സെഞ്ചർ, മഹീന്ദ്ര, സിസ്കോ, എക്സ്പീരിയൻ, അക്കോടെക്, UST ഗ്ലോബലൊക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ഇന്നോവേഷൻ, ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ഉണ്ട്. ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇന്നോവേഷൻ എക്കോസിസ്റ്റം, ഇൻക്യുബേഷൻ സെൻറ്റർ, എക്സിസ്റ്റ് സപ്പോർട്ട്, ക്രിയേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് നോളജ്. അടുത്ത് പബ്ലിക്കേഷൻ ആൻഡ് കോൺഫറൻസ്, കോൺട്രിബ്യൂഷൻ ടു റിസർച്ച് ത്രൂ പബ്ലിക്കേഷൻ ഇൻ
റിവ്യൂഡ് ജേണൽ ആൻഡ് ഓർഗനൈസിങ് അക്കാദമിക് കോൺഫറൻസ്. ഓക്കെ. റിസർച്ച് എത്തിക്സ്, റിസർച്ച് ഇൻറ്റഗ്രിറ്റി, പ്രൊമോട്ട് റെസ്പോൺസിബിൾ കണ്ടക്ട് ഓഫ് റിസർച്ച്, ensuring high ethical standard, funding support institution facilitate research by helping faculty secure external funding and providing necessary infrastructure. ഫെസ്റ്റ് ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ടെന്ന് കാണിക്കുന്നതാണ്. അടുത്ത അവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്, IEEE, IEDC, NSS, NCC, റെഡ് ക്രോസ്, YRC, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്. ഓക്കെ. റിവ്യൂ ഓഫ് ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ റിവ്യൂ ഉണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കാം. ആൻഡ് അഫോർഡബിൾ കോളേജ് വിത്ത് ദ ബെസ്റ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലും റിവ്യൂ വന്നിട്ടുണ്ട്. റിവ്യൂ നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് ശ്രീനാരായണ മംഗളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, മലിയങ്കര. സെൽഫ് ഫിനാൻസിങ് ആണ്. 2002 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ISO സർട്ടിഫൈഡ് ആണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് ആണ് കാണുന്നത്. ഓക്കെ. ഇനി അവിടുത്തെ ബ്രാഞ്ചസുകളും എൻ്റെ ഇൻടേക്സ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 30 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 30 സീറ്റ്. ടോട്ടൽ 270 സീറ്റാണുള്ളത്. കീം മാനേജ്മെൻറ്റ് NRI കോട്ട വഴി കയറാം. കീമിൻ്റെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്രയെന്ന് നോക്കി കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് മേ ബി പുതിയ ബ്രാഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അഡ്മിഷൻസ് കീമോ വന്നിട്ടുണ്ടാവില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 52,800 സംതിങ് ആണ് റാങ്ക് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 50,000 സംതിങ് ആണ് റാങ്ക് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 61,400 സംതിങ് ആണ് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 51,000 സംതിങ് ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 66,400 ആണ് റാങ്ക് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി 60,000 സംതിങ് ആണ് വന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് 40,365 ആണ് വന്നത്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട് കോളേജിൽ. ഓക്കെ. ഫീസിൻ്റെ സ്ട്രക്ചർ അറിയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 45 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, ഹോസ്റ്റല്, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ടേഷൻ, ATM. ഓക്കെ. ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ലാബുകളുണ്ട്. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് വിപ്രോ, UST ഗ്ലോബൽ, ഇൻഫോസിസ്, സദർലാൻഡ്, ബൈജൂസ്, ജിയോറൂഫ്, ഓപ്പോ, പൂർണ്ണം, ഇൻഫാവിഷൻ, 6D ടെക്നോളജീസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ, ഡെഡിക്കേറ്റഡ് സെൻറ്റർ ഉണ്ട് ഇതിന്, റിസർച്ച് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. പബ്ലിക്കേഷൻ നോർമലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓഫീസ് ആൻഡ് റിസർച്ച് ഇൻറ്റഗ്രിറ്റി പ്രൊമോട്ട് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് റിസർച്ച്. ഓക്കെ. ഫണ്ടിങ് ആൻഡ് സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെസിലിറ്റീസ് റിസർച്ച് ബൈ ഹെൽപ്പിംഗ് ഫാക്കൽറ്റി സെക്യൂർ എക്സ്റ്റേണൽ ഫണ്ടിങ് ആൻഡ് പ്രൊവൈഡ് നെസസറി ഇൻഫ്രാസ്ട്രക്ചർ. നോർമലി ഉള്ള കാര്യങ്ങളാണ്. ടെക് ഫെസ്റ്റ്, അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട് എന്നുള്ളതിനുള്ള ഇതാണ് കാണിച്ചത്. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, IST, NSS, അലുമിനി ചാപ്റ്റർ. കൂടാതെ അവിടെ തന്നെയുള്ള കുറച്ച് ക്ലബ്ബുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ക്ലബ്സ് കൊടുത്തിട്ടുണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾ നോക്കാം. അഫോർഡബിൾ കോളേജ് വിത്ത് ബെസ്റ്റ് ഫാക്കൽറ്റി. ഇത് SNGCയും ഇത് SNM IMT ആണ് കോളേജ്. രണ്ടും ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കോളേജാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കോളേജും ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് തോന്നുന്നു.
അടുത്ത ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോതമംഗലം. ഓക്കെ, സെൽഫ് ഫിനാൻസ് കോളേജ് ആണ്, 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്, നാക് അക്രഡിറ്റഡ് ആണ്, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് ആണ് കാണുന്നത്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 30 സീറ്റ്, ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ്, ടോട്ടൽ 300 സീറ്റാണുള്ളത്. കീം മാനേജ്മെന്റ് NRI വഴി കയറാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 41,000 സംതിങ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 67,000 സംതിങ് ആണ് പോയിട്ടുള്ളത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 62,665 പോയിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 66,000 സംതിങ് പോയിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 67,030 പോയിട്ടുള്ളത്. ഓരോ ഇതിന്റെ അപ്രോക്സിമേറ്റ് ഫീസ്: സിവിൽ എഞ്ചിനീയറിംഗിന് 99,800, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 1,41,800, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 99,800, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 99,800 ആണ്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 1,19,500 ആണ് ഫീസ് കാണിച്ചിട്ടുള്ളത്. ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ലൈബ്രറി, ഹോസ്റ്റൽ, ട്രാൻസ്പോർട്ട്, കഫ്റ്റീരിയ, ഇൻസ്റ്റേഷനോ, സ്പോർട്ട് ഫെസിലിറ്റി, ഇൻഡോർ ഓർ ഔട്ട്ഡോർ, മെഡിക്കൽ കെയർ യൂണിറ്റ്, ലബോറട്ടറീസിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. അവിടുത്തെ ഷ്നൈഡർ ഇലക്ട്രിക്കലും ഇൻമേക്ക് ആൻഡ് സേഫ്റ്റി, സ്റ്റീൽ വിൻഡോസ് ആൻഡ് മോർ, ഇത്തരത്തിലുള്ള കമ്പനിയാണ് വന്നിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് നോക്കാം. IEDC സപ്പോർട്ട് ഉണ്ട്. ആൻഡ് ടെക്നോളജി പ്രൊജക്ട് ക്രിയേറ്റഡ് ഇന്നോവേറ്റീവ് പ്രാക്ടിക്കൽ പ്രൊജക്ട് ഇൻക്ലൂഡിംഗ് സോളാർ പവേർഡ് വീൽ ചെയർ ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഡിപ്പാർട്ട്മെന്റ് ഫോക്കസ്ഡ് പ്രാക്ടിക്കൽ പ്രൊജക്ട് ഇൻക്ലൂഡിംഗ് സോളാർ പവേർഡ് വീൽ ചെയർ ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, ഇൻഡസ്ട്രി കൊളാബറേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ഓൺ ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് അക്കാദമിക്സ്. ഫെസ്റ്റുകൾ: ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, ആർട്ട് ഫെസ്റ്റ് നടന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസ് ആർട്സ് ഫെസ്റ്റ്, കൾച്ചറൽ ഇവന്റ്, യൂണിയൻ ഡേ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് മ്യൂസിക്കൽ ഇവന്റ് ആൻഡ് അതർ പെർഫോമൻസ്. ദ കോളേജ് ഓൾസോ സെലിബ്രേറ്റ് ഒക്കേഷൻസ് ലൈക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഫോട്ടോസ് ഒന്നും കണ്ടില്ല. സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEDCയും NSS ഉണ്ട്. അലുമിനി അസോസിയേഷൻ, ആൻറ്റി റാഗിംഗ് സെല്ല്, പ്ലേസ്മെന്റ്, R&D, വുമൻ സെൽ, നോർമൽ ക്ലബ്ബുകളൊക്കെയാണ് ഉള്ളത്. റിവ്യൂ: കോളേജ് ഈസ് ഗുഡ് ഇൻ ടേംസ് ഓഫ് ഫാക്കൽറ്റി ആൻഡ് പ്ലേസ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ആൾസോ ഗുഡ്, ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ബിക്കോസ് ഓഫ് ബാഡ് ടീച്ചിങ് എന്നും എന്ത് കൊടുത്തിട്ടുണ്ട്, റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളേജ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മൂവാറ്റുപുഴ. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റേഷൻ ഉണ്ട്, മീൻസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ NBA അക്രഡിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടുത്തെ ഇൻടേക്സ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഓക്കെ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഉണ്ട്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇതിനും 30 സീറ്റ് വീതം ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റും, അങ്ങനെ ടോട്ടൽ 450 സീറ്റാണ് കോളേജിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും ഫുഡ് ടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും പിന്നെ AINDSഉം പിന്നെ സൈബർ സെക്യൂരിറ്റിയും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലെ സൈബർ സെക്യൂരിറ്റിയും, അങ്ങനെ ടോട്ടൽ 450 സീറ്റാണുള്ളത്. കീം മാനേജ്മെന്റ് NRI കോട്ട വഴി കയറാം. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് റാങ്ക് പോയിട്ടുള്ളത് 64,600 സംതിങ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോയിട്ടുള്ളത് 44,500 സംതിങ് ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 48,800 സംതിങ് ആണ് പോയിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 65,000 സംതിങ് ആണ് പോയിട്ടുള്ളത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 66,700 സംതിങ് ആണ് പോയിട്ടുള്ളത്, ഫുഡ് ടെക്നോളജിക്ക് 49,000 സംതിങ് ആണ് പോയിട്ടുള്ളത്, ബയോമെഡിക്കലിന് 65,600 സംതിങ് പോയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 56,942 പോയത്. കഴിഞ്ഞ തവണത്തെ കീം 2025 കട്ട് ഓഫ് ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് പോയിട്ടുള്ളത് 62,693 ആണ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് പോയിട്ടുള്ളത്
57,149. ആനുവൽ ആവറേജ് ക്യാഷ് അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വന്നിട്ടുള്ളത് 93,750 പെർ ഇയർ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 30 ഏക്കർ ക്യാമ്പസ് ആണ്. 24/7 വൈഫൈ എനേബിൾഡ് ക്യാമ്പസ്, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, മെഡിക്കൽ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻസ്, ഫുട്ബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, വോളിബോൾ കോർട്ട്, ജിമ്മൊക്കെ ഉണ്ട്. ലബോറട്ടറീസ്, AI ജെമിനി ലാബ്, കമ്മ്യൂണിക്കേഷൻ ലാബ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബ്, പ്രൊജക്ട് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്, മാനുഫാക്ചറിംഗ് ടെക്നോളജി ലാബ്, ഇത്തരത്തിലുള്ള ലാബുകളൊക്കെ അവിടെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് ഇൻഫോസിസ്, സ്നൈഡർ ഇലക്ട്രിക്, ഇസാഫ്, UST ഗ്ലോബൽ, സദർലാൻഡ്, സേഫ് കെയർ, ഇംകോ, ഇവോബി ഓട്ടോമേഷൻ ഉള്ള കമ്പനി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് R&D സെല്ലുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലുണ്ട്. എന്താ ഹെൽത്ത് കെയറിലും എനർജി വാട്ടറിലൊക്കെയാണ്. സൊസൈറ്റൽ പ്രോബ്ലത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. IEDC ഉണ്ട്. ഇപ്പം ഐഡിയത്തോണും ബൂട്ട് ക്യാമ്പും ഹാക്കത്തോണൊക്കെ നടത്താറുണ്ട്. ഓണ്ടർപ്രണൽ മൈൻഡ് സെറ്റിലുള്ളവർ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സ്പെഷ്യലൈസ്ഡ് ലാബ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് സൈബെക്സ് ലാബ് ഫോർ സൈബർ സെക്യൂരിറ്റി, AI ജെമിനി ലാബ് ഫോർ AI ആൻഡ് ML റിസർച്ചിന് എന്തുണ്ട്, സ്പെഷ്യലൈസ്ഡ് ലാബുകളുണ്ട്. ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഹൗസസ് കമ്പനീസ് ലൈക്ക് ജെനറോബോട്ടിക്സ് provide students with exposure to real world engineering challenge in robotics and automation. അതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഹൗസ് ഉണ്ട്. ജെൻ റോബോട്ടിക്സ്. ഓക്കെ. റിസർച്ച് പ്രൊജക്ട് ഇനിഷ്യേറ്റീവ്സ് ഇൻക്ലൂഡ് എനർജി കൺസർവേഷൻ പ്രൊജക്ട് ഇൻ ദ്യുതി 2016 ആൻഡ് ആക്റ്റീവ് റിസർച്ച് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ പെർഫോമൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതിലെന്തുണ്ട്, ആക്റ്റീവ് റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ്. കോളേജിലെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, അർജുനാഡോ മ്യൂസിക് ഫെസ്റ്റിവൽ, അഗോറ 2026, 2025 അവിടുത്തെ ടെക് ഫെസ്റ്റിൻ്റെ പേര് അഗോറ എന്നാണ് തോന്നുന്നു. ഓക്കെ. സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, ആർട്സ് ക്ലബ്ബ്, റോബോട്ടിക്സ് ക്ലബ്ബ്, കോഡിംഗ് ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂ, അബ്സല്യൂട്ട്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ഫാക്കൽറ്റി ആൻഡ് പ്ലേസ്മെന്റ്, ഗുഡ് കോളേജ് ബട്ട് ഫീൽ ബിറ്റ് ലൈക്ക് എ പ്രിസൺ എന്നും കമൻ്റ് ഇട്ടവരുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കുക. ഓക്കെ. KMEA എഞ്ചിനീയറിംഗ് കോളേജ് ആലുവ, ആലുവയിലുള്ള KMEA എഞ്ചിനീയറിംഗ് കോളേജാണ്. CH മുഹമ്മദ് കോയ KMEA എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2002 എസ്റ്റാബ്ലിഷ് ആയതാണ്. NBA ആൻഡ് NAC അക്രഡിറ്റഡ് ആണ്. KTന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ആണിത്. പാണക്കാട് ശിഹാബ് തങ്ങൾ അക്കാദമി ബ്ലോക്ക്. ഐ തിങ്ക് ഇത് മുസ്ലിം ലീഗിന്റെ അണ്ടറിലുള്ള കോളേജാണെന്ന് തോന്നുന്നു. ഓക്കെ. BTech ബ്രാഞ്ചസും ഇൻടേക്സും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് 60 സീറ്റാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 180 സീറ്റ് ഉണ്ട്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 30 സീറ്റ് ഉണ്ട്. ടോട്ടൽ 480 സീറ്റ് ഉണ്ട്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. കൂടാതെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചുകളുണ്ട്. കൂടാതെ കോർ ബ്രാഞ്ചുകളും ഉണ്ട്. ഓക്കെ. അഡ്മിഷൻസ് കീം മാനേജ്മെന്റ് NRI വഴി അഡ്മിഷൻസ് എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 49,800 സംതിങ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 53,300 വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 66,350. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 63,600. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 67,200. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 44,500 റാങ്ക് വന്നിട്ടുള്ളത്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന് 58,260 വന്നിട്ടുള്ളത്. സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് 64,431 വന്നിട്ടുള്ളത്. അടുത്തൊരു ആനുവൽ ട്യൂഷൻ ഫീ 50,000 പെർ ഇയർ ആണ് വന്നിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ 25 ഏക്കർ ക്യാമ്പസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റൽ, ക്യാൻറ്റീന്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് സെന്റർ, ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, ആംഫി തിയേറ്റർ, ലാംഗ്വേജ് ലാബ്, കഫ്റ്റീരിയ, ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ സ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് ജിം ഇതൊക്കെ ഉണ്ട്. ലബോറട്ടറീസിൻ്റെ എന്ത് വെച്ചിട്ടുണ്ട്,
ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് എഞ്ചിൻസ് ലാബ്, CCF ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബ്. ഇതൊക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ലാബുകളാണ്. പ്ലേസ്മെൻറ്റ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് IYM, എക്യുപ്മെൻറ്റ് പ്രൊഡക്ട്സ് സൊല്യൂഷൻ, SYS ടാലൻറ്റ്, സെയിൻ ബിൽഡേഴ്സ്, വിപ്രോ, UST ഗ്ലോബൽ, അക്സെൻട്ര, പൂർണ്ണ ഇൻഫോവിഷൻ, ഇൻഫോസിസ്, ഓക്കെ, കോംവാൾട്ട് ഇതുള്ള കമ്പനികൾ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെല്ലുണ്ട്, R&D സെല്ലുണ്ട്. എക്കോസിസ്റ്റം ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്പർ ഓഫ് റിസർച്ച് ഗൈഡുകൾ കൂട്ടാനും, എൻകറേജ് പബ്ലിക്കേഷൻ ഇൻ SCI, UGC, ഇതിലൊക്കെ ജേണലുകൾ പബ്ലിഷ് ചെയ്യാനൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നു. IPR സെല്ലുണ്ട്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഇന്നോവേഷൻ അമോങ് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ്, അവരുണ്ടാക്കുന്ന സാധനങ്ങളെ പാറ്റൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡസ്ട്രി ആൻഡ് അക്കാദമിക് കൊളാബറേഷൻ, IIIC ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പ്രൊജക്ട്. ഈ യന്ത്ര ലാബ് ഇൻ അസോസിയേഷൻ വിത്ത് IIT ബോംബെ, the lab act as a center of excellence in robotics and incubation hub for graduate project. Okay, departmental focus. Department like AI and data science are designed to promote research, problem analysis and technical innovations. ഫെസ്റ്റ്, അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്, IEEE, IEDC, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ, ഇൻക്യുബേഷൻ, IPR, ഇതൊക്കെ അവിടുത്തെ ഇൻറ്റേർണൽ ക്ലബ്ബുകൾ വേറെ ഉണ്ട്. ഓക്കെ, റിവ്യൂ, ബെറ്റർ ലേണിംഗ് ക്വാളിറ്റി, സപ്പോർട്ടീവ് ഫാക്കൽറ്റീസ് ആൻഡ് ആക്റ്റീവ് ക്യാമ്പസ് ലൈഫ് എന്നൊരു റിവ്യൂ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഫാക്കൽറ്റീസ് ഗുഡ്, ഇൻഫ്രാസ്ട്രക്ചർ ഈസ് റിയലി ഗുഡ്, കോളേജ് ഈസ് ഓവറോൾ ഗുഡ് എന്നുള്ള കമൻറ്റും കണ്ടിട്ടുണ്ട്. റിവ്യൂസ് നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. ഓരോ കോളേജ്, നിങ്ങൾ ഏത് കോളേജിലോട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, കോളേജിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും. നമുക്ക് പറ്റിയ രീതിയിലുള്ളതും നമ്മുടെ ഫീസ് സ്ട്രക്ചറും കോളേജിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ആണ് ഞാൻ തരുന്നത്. ഓക്കെ, MGM അടുത്ത കോളേജാണ് MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മൂവാറ്റുപുഴ. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചസുകളും അതിൻ്റെ ഇൻടേക്സ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റാണുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 240 സീറ്റുകളാണുള്ളത്. കീമ് മാനേജ്മെൻറ്റ് NRI കോട്ട വഴി കയറാം. അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബാക്കിയുള്ള കഴിഞ്ഞ തവണത്തെ 2025 കീമിൻ്റെ കട്ട് ഓഫ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 66,400 സംതിങ് ആണ് കട്ട് ഓഫ് വന്നത്. ബട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 53,700 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 57,200 സംതിങ് ആണ് വന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 66,351 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് സൈബർ സെക്യൂരിറ്റി 44,831. ഓക്കെ, ഫീസ് സ്ട്രക്ചർ അറിയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 8.68 ഏക്കറാണ്. ലബോറട്ടറീസ്, ലൈബ്രറി, കഫ്തീരിയ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ടേഷൻ, സ്പോർട്സ് ആൻഡ് റിക്രിയേഷൻസ് ഒക്കെ ഉണ്ട്. ലാബിൻ്റെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ലാബ്, സർക്യൂട്ട്സ് ലാബ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് 1ഉം 2ഉം. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി അറിയില്ല. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ഇൻഫോസിസ്, ആമസോൺ, ബൈജൂസ് ഇപ്പോൾ ഇല്ല, IBM, ഡിജിറ്റൽ കോർ, ഫിറീസോ, ഓക്കെ, പൂർണ്ണ ഇൻഫോവിഷൻ, സെറോൺ, സദർലാൻഡ്, എക്സാവെയർ, വിപ്രോ, ബാസോഫ്റ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ അവിടെ വന്നിട്ടാണ് പറയുന്നു. ബൈജൂസ് മുന്നേ വന്നതായിരിക്കും, അവർ ടോപ്പ് റിക്രൂട്ടേഴ്സിൽ വന്നതായിരിക്കും. ഇപ്പോൾ ബൈജൂസ് എന്നുള്ള കമ്പനിയല്ലല്ലോ. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, IIC, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ കൗൺസിൽ, സപ്പോർട്ട് പ്രീ ഇൻക്യുബേഷൻ ഐഡിയ ആൻഡ്, നമ്മളെല്ലാ കോളേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നോവേഷൻ കൗൺസിൽ ചെയ്യുന്നത്
ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ല് ഡെഡിക്കേറ്റഡ് R&D സെന്റർ ഉണ്ട്. ഓക്കെ, പ്രൊജക്ട് ഫോക്കസ് സ്റ്റുഡൻസ് ആർ ട്രെയിൻ ഇൻ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലബോറട്ടറീസ് ടു വർക്ക് എമർജിംഗ് ടെക്നോളജി വിത്ത് ആൻ emphasis a practical applications such as robotics and automation. Key area research is focused field including AI, machine learning, civil engineering, mechanical engineering, computer science like research നടക്കുന്നുണ്ട്. Industry collaboration, workshop and industry visit to enhance practical knowledge. First, tech and cultural fest arts day ഉണ്ടാവാറുണ്ട്. Freshers day, artophobia 2.0, hack crush, കോളേജ് ഫെസ്റ്റും കൾച്ചറൽ ഫെസ്റ്റൊക്കെ നടക്കാറുണ്ട്. ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE, IEDC, NSS, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഇതൊക്കെ അവിടുത്തെ ക്ലബ്ബുകളാണ്. കോളേജിൻ്റെ റിവ്യൂ ലൈക്കും ഡിസ്ലൈക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാക്കൽറ്റി ബിഹേവിയർ ഈസ് ഗുഡ് ദിസ് കോളേജ്, ഗുഡ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബെറ്റർ എഡ്യൂക്കേഷൻ ഇൻ ദ കോളേജ്, മോസ്റ്റ് ഫ്രണ്ട്ലി സീനിയേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ ഫാക്കൽറ്റീസ്. No lab faculties and no curriculum activities in this college. Note that must student activities are available. Not skill developments. പല രീതിയിലുള്ള റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. കാരണം റിവ്യൂസ് നമ്മൾ ഏതെങ്കിലും 2 റിവ്യൂ എടുത്തതേ ഉള്ളൂ. കോളേജിൻ്റെ ഗൂഗിൾ റിവ്യൂസ് ആണെങ്കിലും അല്ലാത്ത റിവ്യൂസ് ആണെങ്കിലും നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങളാണ് പറയുക. അതുകൊണ്ടാണ് റിവ്യൂസ് ഞാൻ പറയാത്തത്. ഓക്കെ, ഞാനെടുത്ത റിവ്യൂ തന്നെ ആയിരിക്കണം എന്നില്ല, പൊതുവേ ഉള്ള റിവ്യൂ. അതുകൊണ്ടാണ് ആ റിവ്യൂ മാത്രം പറയാത്തത്. കാരണം അതെന്തല്ല, പക്ക ബയാസ്ഡ് ആവാം, അല്ലാത്തതാവാം. അതുകൊണ്ടാണ് റിവ്യൂ എടുത്ത് പറയാത്തത് കേട്ടോ. അടുത്ത കോളേജ് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുന്നുകര. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ബിടെക്കിൻ്റെ ബ്രാഞ്ചുകളും ഇൻടേക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റാണ് ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 210 സീറ്റുകളാണുള്ളത്. കീമേ മാനേജ്മെൻറ്റ് NRI വഴി കയറാം. സിവിൽ എഞ്ചിനീയറിംഗിന് നമുക്ക് 63,000 സംതിങ് ആണ് ലാസ്റ്റ് കട്ട് ഓഫ് റാങ്ക് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 49,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 63,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 62,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 65,000 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്ത ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തുണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്. 95% അബവ് മാർക്കുള്ളവർക്കുള്ള സ്കോളർഷിപ്പ് 45,000 കമ്പ്യൂട്ടർ സയൻസിനും ഇതിനൊക്കെ വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30,000, സിവിലിന് 25,000, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 25,000. ഓക്കെ, 85 മുതൽ 95% ആണെങ്കിൽ ഫീസ് അതിനനുസരിച്ച് കൂടും. ഓക്കെ, മെറിറ്റ് ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70,000 ആണ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾക്ക്. ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്ക് 50,000 രൂപയാണ്. 70% ബിലോ മാർക്കുള്ളവർക്ക് ഫീസ് പിന്നെയും കൂടും. ആൻഡ് 70 മുതൽ 85% മാർക്ക് ഉണ്ടെങ്കിൽ അതിനെക്കാളും ഫീസ് കുറയും. അങ്ങനെ ഒരു ഫീസ് എന്തുണ്ട്, മാർക്കിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, നമ്മളിപ്പോൾ പറഞ്ഞത് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, എറണാകുളത്തുള്ള MES എഞ്ചിനീയറിംഗ് കോളേജാണ്. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുന്നുകര. ഓക്കെ, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ഫീസ് സ്ട്രക്ചർ നമ്മൾ കണ്ടു. ക്യാമ്പസ് ഏരിയ 11 ഏക്കർ ക്യാമ്പസാണ്. ഹോസ്റ്റല്, ലൈബ്രറി, ലിങ്ക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ക്യാൻറ്റീൻ, ഡിജിറ്റൽ ലൈബ്രറി, ഇൻ്റർനെറ്റ്, പ്രയർ റൂം, മെഡിക്കൽ ഫെസിലിറ്റീസ്. ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ്, മെഷീൻ ടൂൾ ലാബ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ലാബ്, കമ്മ്യൂണിക്കേഷൻ ലാബ്, ഡാറ്റാബേസ് ലാബ്, കോൺക്രീറ്റ് ലാബ്, ലോജിക് സർക്യൂട്ട് ഡിസൈൻ ലാബ് ഒക്കെ ഉണ്ട്. എല്ലാ കോളേജിലും എന്താ പറയുക, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചുള്ള ലാബുകൾ ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഹയസ്റ്റ് സാലറി 4.8 LP ആണ് വന്നിട്ടുള്ളത്. ആവറേജ് സാലറി 2.7 LP ആണ് വന്നിട്ടുള്ളത്. ഇൻഫോസിസ്, AY ടെക്, UST ഗ്ലോബൽ, CSS കോർപ്പറേഷൻ, ക്യൂ സ്പൈഡേഴ്സ്, ബൈജൂസ് ഇപ്പം ഇല്ല, മിഡ്സോഗോ, ആമസോൺ, സദർലാൻഡ്, ടെയിൽ റോപ്പ്,
ഇതിനൊക്കെ എന്തുണ്ട് പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDC ആൻഡ് IIC സെല്ലുണ്ട്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് R&D ഐഡിയാസ് വൈൽ EC ആൻഡ് ഫോക്കസ് ഓൺ RF റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ ആൻഡ് VLSI പ്രൊജക്ട്. അക്കാദമിക് ആൻഡ് ടെക്നിക്കൽ പ്രൊജക്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് റിസർച്ച് ഓൺ BTech പ്രോഗ്രാം സച്ച് ആസ് AI ആൻഡ് ഡാറ്റ സയൻസിലൊക്കെ എന്തുണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് റിസർച്ച് നടക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇവന്റ് വെൽ എക്യുപ്പേർഡ് ലാബ് ആൻഡ് റെഗുലർ ഹോസ്റ്റിംഗ് ഓഫ് ടെക് ഫെസ്റ്റ് ആൻഡ് കോൺഫറൻസ്. ഫെസ്റ്റ് ടെക് കൾച്ചറൽ ഫെസ്റ്റുകൾ വരിക 23, ദുർവ് 25, ഫാഷൻ ഫെസ്റ്റ് ആണ്, ഓട്ടോ എക്സ്പോ എന്തുണ്ട് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ആൻഡ് സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ് IEEE IEDC IIC NSS ടെക്നിക്കൽ ക്ലബ്ബ് നാച്ചുറൽ ക്ലബ്ബ് ഡാൻസ് ആൻഡ് മ്യൂസിക് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി ക്ലബ്ബൊക്കെ ഉണ്ട്. റിവ്യൂ MES ഈസ് ബെറ്റർ കോളേജ് ഫോർ എഞ്ചിനീയറിംഗ് റിവ്യൂ ഉണ്ട്. നോട്ട് സാറ്റിസ്ഫൈഡ് ഡ്യൂ ടു വെരി പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ട്രാവൽ ഈസ് മേജർ കൺസേൺ എന്നും പറഞ്ഞിട്ടുള്ള റിവ്യൂ ഉണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കാം. അടുത്ത കോളേജ് ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി പെരുമ്പാവൂരുള്ള കോളേജാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. അവിടുത്തെ ബ്രാഞ്ചുകളും ഇൻടേക്സും നമുക്ക് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 30 സീറ്റ്. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 30 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 60 സീറ്റ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ് 30 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 360 സീറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത എന്ത് വന്നു, ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് വന്നു. ബാക്കിയൊക്കെ കോമൺ ബ്രാഞ്ചുകൾ തന്നെയാണ്. പിന്നെ AI ബ്രാഞ്ച് ഉണ്ട്, സൈബർ സെക്യൂരിറ്റിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. AI ആൻഡ് ML ബ്രാഞ്ച് ഉണ്ട്, സൈബർ സെക്യൂരിറ്റിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം മാനേജ്മെൻറ്റ് NRI കോട്ടയാണ്. ലാസ്റ്റ് ഇയർ കീം 2025 കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് ഇയർ അഡ്മിഷൻ നടന്നിട്ടുണ്ടോ അത് അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 66,600 സംതിങ് ആവുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേ ബി പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 58,700 സംതിങ് ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എന്തുണ്ടാവില്ല, കീമുമായി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് 56,500 സംതിങ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 64,673 ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്ങിന് 66,700 സംതിങ് ആണ് റാങ്ക് വന്നിട്ടുള്ളത്. ഫീസിൻ്റെ കാര്യം കൊടുത്തിട്ടില്ല. ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ, ക്യാമ്പസ് ഏരിയ അറിയില്ല. ലൈബ്രറി, ഹോസ്റ്റൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ATM, ക്യാൻറ്റീൻ ആൻഡ് കഫ്റ്റീരിയ ആൻഡ് സെമിനാർ ഹാൾ. ലബോറട്ടറീസ് ഓക്കെ, ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെൻറ്റ് സമ്മറി നോക്കാം. ISR ഇത് കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സായിട്ട് വന്നിട്ട് ഫോർഡ്, കൊച്ചോവ, AC ഹാർഡ്വെയർ, റൈസ്, സദേൺ കമ്പനി, യമഹ പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കണമെന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ്ലി പ്രൊമോട്ട് R&D ആൻഡ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഫോസ്റ്റർ urban infrastructure, modern facilities according to its BBA program description, innovation hub, industry linked project, final project and internship that focus on practical application with the industry needs. Focus area artificial intelligence, machine learning, computer science with an creating new technology. Seminar and workshop, the college conduct national and international seminar to share the industrial experience and research insight. ഫെസ്റ്റ് കോളേജിൽ നടക്കുന്ന ഫെസ്റ്റുകളാണ്. പ്രവാഹ്, മയൂക, ഓക്കെ, കോളേജിൽ ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട് എന്നാണ് കാണിച്ചത്. അടുത്ത സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEDC ഉണ്ട്, NCC ഉണ്ട്, തിങ്കർ ഹബ് ഉണ്ട്, റോബോട്ടിക് ക്ലബ്ബ്, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രാക്ഷൻ സെല്ലുണ്ട്, എൻവയോൺമെൻറ്റൽ ക്ലബ്ബ്, കൾച്ചറൽ ക്ലബ്ബൊക്കെ ഉണ്ട്.
ക്ലബ്. ഓക്കെ, കോളേജ് വിത്ത് ആൻ അബോവ് ആവറേജ് എക്സ്പീരിയൻസ് എന്നൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻ ആവറേജ് കോളേജ് വിത്ത് ദ ബെസ്റ്റ് ക്യാമ്പസ് എക്സ്പീരിയൻസ്, മോർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആൻഡ് മോർ ഗുഡ് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കോളേജ് മെൻറ്റർ അക്കാദമി ഫോർ ഡിസൈൻ ഓണ്ടർപ്രണർഷിപ്പ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, ഇറ്റപ്പിള്ളി. ഓക്കെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഐ തിങ്ക് ഇത് മെൻറ്റർ കോളേജ് അല്ലായിരുന്നു തോന്നുന്നു, വേറെ ഏതൊരു കോളേജായിരുന്നു. അതിന് ഇപ്പം മാനേജ്മെൻറ്റ് ചേഞ്ച് ആയതാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ പേര് ഇതല്ല, വേറെ കോളേജായിരുന്നു. ഇത് മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്തതാണ്. ഐ തിങ്ക് കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, അതിപ്പോൾ ഈ മെൻറ്റർ അക്കാദമി ഫോർ ഡിസൈൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ കോളേജാണ്. KT മീൻസ് ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള പുതിയ കോളേജാണെന്ന് തോന്നുന്നു. മീൻസ് ഇവിടെ പലയിടത്തും നമ്മളതിൻ്റെ ഹോർഡിങ്സ് ഒക്കെ കണ്ട പോലെ തോന്നുന്നു. ഓക്കെ, 2010 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. കോളേജിൻ്റെ ക്യാമ്പസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 90 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 90 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 330 സീറ്റാണ് കോളേജിലുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കീം മാനേജ്മെൻറ്റ് NRI കയറാം. അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് വന്ന കട്ട് ഓഫ് 57,148ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് വന്നത് 62,295. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 65,417. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് വന്നത് 66,418. ഓക്കെ, ഫീസ് സ്ട്രക്ചർ അറിയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 20 ഏക്കർ ക്യാമ്പസ് ആണ്. ലേണിംഗ് സ്പേസ് ദ ക്ലാസ് റൂം ആർ എക്യുപ്പേഡ് വിത്ത് സ്മാർട്ട് ബോർഡ്സ് ആൻഡ് എയർ കണ്ടീഷനിങ് ടു പ്രൊവൈഡ് എ കംഫർട്ടബിൾ മോഡേൺ ആൻഡ് ഇൻട്രാക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ടെക്നിക്കൽ ഫെസിലിറ്റീസ് The campus features updated and specialized computer lab designed for AI, data science and IT related studies. Library, a large updated library is available for students, offering resources to support their academic curriculum. Residential facilities, hostel accommodation is available for students. Campus life and environment. The institution offers a vibrant, eco-friendly campus hosting annual arts and sports events. Learning and development support. The institution faces peer-to-peer learning and operate a mentor-mentee system. Okay. ലബോറട്ടറീസിൻ്റെ ഫോട്ടോസ് ഒന്നും കൊടുത്തിട്ടില്ല. പ്ലേസ്മെൻറ്റ് സമ്മറി, ഹയസ്റ്റ് സാലറി കൊടുത്തിട്ടില്ല. ആവറേജ് സാലറി 3 മുതൽ 10 LPA വരെയാണ് കൊടുത്തിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കരിക്കുലം ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആണ്. ദ കോഴ്സ് ആർ ഡിസൈൻ ടു ബി ഇൻഡസ്ട്രി റെലവൻറ്റ് വിത്ത് എ ഫോക്കസ് ഓൺ AI ആൻഡ് മെഷീൻ ലേണിംഗ്. Innovation ecosystem, academy operate with a focus on combining design, technology and entrepreneurship to create market ready solution. Internship and practical experience. The internship in companies with a significant stipend fostering practical industry linked innovation. Faculty and facility. The institution maintain a strong focus on a mentor system and provide infrastructure for technical research such as computer labs. Strategic focus. The institution aim to address next generation challenges, indicating and a forward looking innovation technology. പുതിയ മാനേജ്മെൻറ്റ് വന്നിട്ട് എന്താണ് പുതിയ രീതിയിൽ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫെസ്റ്റുകൾ ഗബ്രി വന്നിട്ടുണ്ട്, ആൽഗോറിതം നടന്നിട്ടുണ്ടായിരുന്നു, ടെക് കൾച്ചറൽ ഫെസ്റ്റ്. അവിടെയുള്ള ക്ലബ്ബുകൾ IEEE ഉണ്ട്, IEDC ഉണ്ട്. ടെക്നിക്കൽ ഇന്നോവേഷൻ ഫോക്കസ് ഓൺ ഇൻഡസ്ട്രി 4.0 വിത്ത് പ്രൊജക്ട് ഇൻട്രാക്റ്റീവ് ഡിസ്കഷൻ ആൻഡ് ടെക്നിക്കൽ ക്ലബ്. IEDC ക്ലബ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ക്ലബ് ഉണ്ട്, പ്രൊമോട്ട് സ്കിൽ ആൻഡ് ഇന്നോവേഷൻ തിങ്കിങ് അമംഗ് സ്റ്റുഡൻസ്. സ്പോർട്സ് ആൻഡ് ആർട്സ്, ഓർഗനൈസ്ഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് ആക്ടിവിറ്റി. കൾച്ചറൽ ആൻഡ് സോഷ്യൽ കൊളാബറേറ്റീവ് ഫെസ്റ്റിവൽ ലൈക്ക് ഓണം ആൻഡ് സെലിബ്രേഷൻ ഫോർ ഫെസ്റ്റിവൽ, ഓണം, ക്രിസ്മസ്, ഡേസ്, എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. തരത്തിലുള്ള ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട്. ആൻഡ് എൻറിച്ചിങ് ജേർണി ഫോർ മെൻറ്റർ അക്കാദമി എന്നുള്ള രീതിയിൽ റിവ്യൂ ഉണ്ട്. വാട്ട് സ്റ്റുഡൻസ് എ മെൻറ്റർ പ്രൊവൈഡ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ഫസ്റ്റ് ഇയർ ഇറ്റ്സെൽഫ്, റിയലി ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് ടീച്ചർ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ക്ലാസ് ആർ വെരി ലെസ്. ദ കോളേജ് ഫോളോ മെൻറ്റർ-mentee സിസ്റ്റം.
അതിൻ്റെ അടുത്ത ഷോപ്പുകളും കടകളും ഇതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓർഡറിങ് ഫുഡ് ഈസ് ഡിഫിക്കൽട്ട്, ദ ലാബ് നീഡ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, നോട്ട് മെനി എക്യുപ്മെൻറ്റ്സ്, സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ മേക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇരിക്കുന്നതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിവ്യൂസൊക്കെ നിങ്ങൾ നോക്കാം. ഇനി നമുക്ക് അടുത്ത കോളേജ് നോക്കാം. ക്രൈസ്റ്റ് നോളജ് സിറ്റി കുഴൂർ. ഓക്കെ, ഇതൊരു ക്രൈസ്റ്റ് നോളജ് സിറ്റി കുഴൂർ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, അവിടെ ആകെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. 42 പേര് പഠിക്കുന്നുള്ളൂ. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. കീമാൻ മാനേജ്മെൻറ്റ് NRI കോട്ട വഴി കയറാം. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിന് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നത് 66,999 67,000 തന്നെയാണ് വന്നത്. ഓക്കെ, അതിൻ്റെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 1,35,000 ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ക്യാമ്പസ് ഏരിയ 18.5 ഏക്കർ ക്യാമ്പസാണ്. സെൻട്രൽ ലൈബ്രറി, സെമിനാർ ഹാൾ, ഇൻക്യുബേഷൻ സെൽ ആൻഡ് IPR, കോളേജ് ക്യാൻറ്റീന്, സ്പോർട്സ് ഫെസിലിറ്റി, കോളേജ് ഓഡിറ്റോറിയം, ഹോസ്റ്റല്, ഫിറ്റ്നസ് സെൻറ്റർ, മെഡി ക്ലിനിക്, ലബോറട്ടറീസ്, നേവൽ ആർക്കിടെക്ചറിന് ബന്ധപ്പെട്ടിട്ടുള്ള ലാബുകളാണ്. പ്ലേസ്മെൻറ്റ് സമ്മറി 3 LP ആണ് ആവറേജ് സാലറി വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ള കമ്പനികളൊക്കെ ഈ നേവൽ പരമായിട്ടുള്ള, അതായത് മറൈൻ പരമായിട്ടുള്ള കമ്പനികളാണ്. വെക്ടർ മറൈൻ, ഓഷ്യൻ ടെക് സൊല്യൂഷൻ, സമ്മിറ്റ് മറിടൈം, മേധാനം, ഇൻഡസ് നേവൽ ആർക്കിടെക്ചർ മറൈൻ സർവീസ്, സെർവിങ് ഇൻഡസ്ട്രി കസ്റ്റമർ, കൺസെപ്ഷ്യ, സെഡസ്. അതായത് ഒന്നുമില്ല, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിന് ആ തരത്തിലുള്ള കമ്പനികൾ അവിടെ പ്ലേസ്മെൻറ്റിന് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ഡിസൈൻ ആൻഡ് സിമുലേഷൻ, ട്രെയിനിങ് ദ ലേറ്റസ്റ്റ് ഷിപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയർ ടു പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ഫോർ ഇൻഡസ്ട്രി നീഡ്സ്, കരിക്കുലം ഫോക്കസ്, കരിക്കുലം ഇൻക്ലൂഡ് സ്റ്റഡീസ് ഓൺ ഷിപ്പ് ജോമെട്രി, ഓഷൻ സ്ട്രക്ചർ, വേവ് എഫക്റ്റ്, ഇൻഡസ്ട്രി കൊളാബറേഷൻ, ദി ഡിപ്പാർട്ട്മെൻറ്റ് ബ്രിഡ്ജ് അക്കാദമിക് ലേണിംഗ് ആൻഡ് ഇൻഡസ്ട്രി നീഡ്സ് ത്രൂ പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ഫേംസ് ലൈക്ക് ഏരിയസ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോക്കസ് ഏരിയ ആക്ടിവിറ്റീസ് സെൻറ്റർ ഓൺ ഡിസൈൻ, റിപ്പയറിംഗ് ആൻഡ് അനാലിസിങ് വേരിയസ് മറൈൻ വെസൽസ്. ഓക്കെ, ടെക് ഫെസ്റ്റുകളൊന്നും കണ്ടില്ല, കുറച്ച് കുട്ടികൾ, 42 കുട്ടികളെങ്ങാനും ഉള്ളൂ. സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ് NSS ആണ്. 42 കുട്ടികൾ ഒരു ബാച്ചിലായിരിക്കും കേട്ടോ. മീൻസ് ഇതുപോലെ 4 ബാച്ച് ഉണ്ടാവുമല്ലോ, 4 ഇയർ അല്ലേ. റിവ്യൂസുകളും കണ്ടില്ല. ഓക്കെ, റിവ്യൂസൊക്കെ നിങ്ങൾ എന്തിനു നോക്കാം, നെറ്റിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള 22ഓളം എഞ്ചിനീയറിംഗ് കോളേജ്, കീം എഴുതി കയറാൻ പറ്റുന്ന 22ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. ഓക്കെ, ഓരോ സ്ഥലത്തെയും ടെക് ഫെസ്റ്റുകളും പ്ലേസ്മെൻറ്റ് സമ്മറിയും കിട്ടുന്ന അത്രയും ഡാറ്റ, ലബോറട്ടറീസിൻ്റെ ഫോട്ടോസും അവിടുത്തെ ക്ലബ്ബുകളും അവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റീസുകളും എല്ലാം നമ്മൾ പറഞ്ഞു. കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നോക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകൾ നോക്കി, ആ കോളേജിൻ്റെ റിവ്യൂ നോക്കി, അവിടുത്തെ പ്ലേസ്മെൻറ്റ് നോക്കി, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരിക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പിന്നെ കൂടാതെ ഇത് കാണുന്ന ആ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ഈ കോളേജിനെ പറ്റിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നമ്മളെ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത തവണ നമ്മൾ അടുത്ത ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കീമുമായി കയറാൻ പറ്റുന്ന കോളേജുകളുമായിട്ട് വരാം. ഓക്കെ, ബൈ.